ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഈ വർഷത്തെ സനാതനധർമ്മ പരിഷത്തിൻ്റെ 7 ദിവസം നീണ്ടുനിന്ന കാര്യപരിപാടികൾ ഈ സഭയോടുകൂടി സമാപിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രത്യേകം ചില വിഷയങ്ങൾ വച്ചിരുന്നു. ഇന്ന് പ്രത്യേകിച്ചൊരു വിഷയം വെച്ചിട്ടില്ല. എന്താ പറയണ്ടെന്ന് അറിയില്ല. ഇവിടെ സനാതനധർമ്മ പരിഷത്ത് ഒരു മുഖവാക്യമായി സ്വീകരിച്ചിട്ടുള്ളത് നമുക്കൊക്കെ വായിക്കാം. ധർമ്മോ രക്ഷതി രക്ഷിതഃ എന്നതാണ്. മനു പറഞ്ഞതാണ്, വ്യാസഭഗവാൻ ആവർത്തിച്ചതാണ്. പരിഷത്തിൻ്റെ സമ്മേളനങ്ങളിൽ പങ്കെടുത്ത് ഈ ഉപസംഹാര ദിവസം ഈ ഒരു സന്ദേശം നമ്മൾ ഓരോരുത്തരും നമ്മിലേക്ക് ആവാഹിക്കുക. മനു പറയുന്ന വാക്യം മുഴുവനൊന്ന് ഓർമ്മിക്കുന്നത് നല്ലതായിരിക്കും. എവിടെയാണ് മനു ഇത് പറഞ്ഞത്? ആ ശ്ലോകം ഇങ്ങനെയാണ്: ധർമ്മയേവ ഹതോ ഹന്തി ധർമ്മോ രക്ഷതി രക്ഷിതഃ തസ്മാത് ധർമ്മോ ന ഹന്തവ്യോ മാ നോ ധർമ്മോ ഹതോ വധീത്. ഇതാണ് പൂർണ്ണമായ ശ്ലോകം. ഒന്നുകൂടി പറയാം. ധർമ്മയേവ ഹതോ ഹന്തി ധർമ്മോ രക്ഷതി രക്ഷിതഃ തസ്മാത് ധർമ്മോ ന ഹന്തവ്യോ മാ നോ ധർമ്മോ ഹതോ വധീത്. ഇതിൻ്റെ ആദ്യ ഭാഗം പ്രസിദ്ധമാണ്. അതൊരു വസ്തുതയുടെ പ്രഖ്യാപനമാണ്. രണ്ടാം ഭാഗം അത്ര പ്രസിദ്ധമല്ല. അതൊരു നിർദ്ദേശമാണെന്നോ മുന്നറിയിപ്പാണെന്നോ പ്രാർത്ഥനയാണെന്നോ ഉപദേശമാണെന്നോ ഒക്കെ വ്യാഖ്യാനിക്കാം. അതൊരു പ്രാർത്ഥനയായിട്ട് വ്യാഖ്യാനിക്കാം, അതൊരു നിർദ്ദേശമായിട്ട് വ്യാഖ്യാനിക്കാം, ഒരു ഉപദേശമായിട്ട് വ്യാഖ്യാനിക്കാം. സർവോപരി പറയട്ടെ, ഒരു മുന്നറിയിപ്പായിട്ടും വ്യാഖ്യാനിക്കാം. എന്താണ് ഈ 2 പാദങ്ങൾ? ആദ്യം പറയുകയാണ് ധർമ്മയേവ ഹതോ ഹന്തി. ഹതഃ ധർമ്മഃ ഹന്തി. ഹനിക്കപ്പെടുന്ന ധർമ്മം, നശിപ്പിക്കപ്പെടുന്ന ധർമ്മം ഹനിക്കുന്നു, നശിപ്പിക്കുന്നു. ഹതഃ ധർമ്മഃ. ഹതഃ ഹനിക്കപ്പെട്ട, നശിപ്പിക്കപ്പെട്ട ധർമ്മം നശിപ്പിക്കുന്നു. ധർമ്മോ രക്ഷതി രക്ഷിതഃ. രക്ഷിതഃ ധർമ്മഃ രക്ഷതി. രക്ഷിക്കപ്പെട്ട ധർമ്മം രക്ഷിക്കുന്നു. ഇതൊരു വസ്തുതയാണ്, ഇതൊരു നിരീക്ഷണമാണ്. ഈ നിരീക്ഷണത്തിൻ്റെ, ഈ വസ്തുതയുടെ
അടിസ്ഥാനത്തിൽ മനുഷ്യ സമൂഹത്തോട് മനുവിന് നൽകാനുള്ള ഉപദേശമാണ്, അല്ലെങ്കിൽ നിർദ്ദേശമാണ്, അല്ലെങ്കിൽ മുന്നറിയിപ്പാണ്, അല്ലെങ്കിൽ ഒരു ആശീർവാക്യമാണ് തുടർന്ന് പറയുന്നത്. എന്താണത്? തസ്മാത്, അതുകൊണ്ട്, ധർമ്മഃ, ധർമ്മം, ന ഹന്തവ്യഃ, ഹനിക്കപ്പെടരുത്. അതുകൊണ്ട് ധർമ്മം ഹനിക്കപ്പെടരുത്, ഹിംസിക്കപ്പെടരുത്. ഹതഃ ധർമ്മഃ, ഹനിക്കപ്പെട്ട ധർമ്മം, നഹ നമ്മളെ, മാ അവധീത് ഹനിക്കാതിരിക്കട്ടെ. ഹനിക്കപ്പെട്ട ധർമ്മം നമ്മളെ ഹനിക്കാതിരിക്കട്ടെ എന്ന് വെച്ചാൽ അർത്ഥം നോക്കൂ. ഹനിക്കപ്പെട്ട ധർമ്മം നമ്മളെ ഹനിക്കാതിരിക്കട്ടെ, നമ്മളെ എല്ലാവരെയും ഹനിക്കാതിരിക്കട്ടെ ധർമ്മം എന്ന് പറഞ്ഞാൽ അർത്ഥം ഹനിക്കും നമ്മളെ. എപ്പോ? നമ്മൾ ധർമ്മത്തെ ഹനിച്ചാൽ. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് മനുഷ്യ സമൂഹത്തിനോടൊന്നാകെ ഉപദേശിക്കുകയാണ്. അഥവാ ഒരു താക്കീത്, ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. നിങ്ങൾ ധർമ്മത്തെ സംരക്ഷിക്കുന്നില്ലെങ്കിൽ നിങ്ങളെ ധർമ്മം നശിപ്പിക്കും. എന്താണ് ധർമ്മം? വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ശബ്ദമാണ് ധർമ്മം. കേരളത്തിൽ പലപ്പോഴും ധർമ്മം എന്ന് പറഞ്ഞാൽ എന്തോ കൊടുക്കേണ്ടത് എന്നൊക്കെയാ പലരും മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. ധർമ്മക്കാരൻ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ധർമ്മം കൊടുത്തോളൂ. ഇപ്പൊ ധർമ്മക്കാരൻ വന്നിട്ടുണ്ട്, ധർമ്മം കൊടുത്തോളൂ എന്നൊക്കെ പറഞ്ഞാൽ എന്തോ കൊടുക്കേണ്ടുന്ന ഒന്നാണ് ധർമ്മം. ദാനം, ഭിക്ഷ കൊടുക്കുക, ദാനം കൊടുക്കുക, അതാ ധർമ്മം. ഒരിക്കലും അല്ല. എന്ത് വേണമെങ്കിൽ കൊടുത്തോളൂ, നിങ്ങളെ തന്നെ കൊടുത്തോളൂ, അവയവങ്ങൾ കൊടുത്തോളൂ, എന്ത് വേണമെങ്കിൽ കൊടുത്തോളൂ. ഒരിക്കലും കൊടുക്കരുതാത്ത, ഒരിക്കലും കൈവിടരുതാത്ത എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ അതാണ് ധർമ്മം. ഒരു കാരണവശാലും കൈവിടരുതാത്ത, എപ്പോഴും മുറുകെ പിടിക്കേണ്ടുന്ന, എപ്പോഴും സമാശ്രയിക്കേണ്ടുന്ന എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ അതാണ് ധർമ്മം. ധരിക്കേണ്ടുന്നതാണത്, സദാ ധരിക്കേണ്ടുന്നത്. ധാരണാത് ധർമ്മ ഇത്യാഹോ. നമ്മളെല്ലാം ധരിക്കുന്നത് കൊണ്ടാണ്, ധരിക്കേണ്ടതായതുകൊണ്ടാണ് ധർമ്മം എന്ന് പറയുന്നത്. അപ്പൊ ജീവിതത്തിൽ നമ്മളൊക്കെ സദാ ധരിക്കേണ്ടത്. ഇനി ഉത്തരഭാരതത്തിലും മധ്യഭാരതത്തിലൊക്കെ പോയി നമ്മൾ ധർമ്മശബ്ദം ഉപയോഗിച്ചാൽ ഇംഗ്ലീഷ് ഭാഷയിൽ റിലിജ്യൻ എന്ന് പറയുന്ന, മലയാളത്തിൽ പലപ്പോഴും നമ്മൾ മതം എന്ന് പറയുന്നതിന് തുല്യമായിട്ടാണ് ധർമ്മശബ്ദം ഉപയോഗിക്കുന്നത്. അതും ശരിയല്ല. ഒരളവോളം മാത്രമേ അതിലൊരു ഒരു ഒരു ശരിയുള്ളൂ, പൂർണ്ണമായി ശരിയല്ല. കാരണം റിലിജ്യൻ അല്ല ധർമ്മം, അതിനും എത്രയോ ഉപരിയാണ്. റിലിജ്യൻ എന്നുള്ളത് വീണ്ടും ബന്ധിക്കുക എന്നുള്ളത്, വീണ്ടും ചേർക്കുക എന്നുള്ളത് ധർമ്മം എന്നുള്ളതിൻ്റെ ഒരംഗം അഥവാ ഒരംശം മാത്രമാണ്. അതാണല്ലോ റിലിജിയൻ. വീണ്ടും, അഗെയിൻ. ലിഗാരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ബൈൻഡ് ടുഗദർ, ചേർക്കുക. അകന്നുപോയി, ഭിന്നമാണെന്ന് കൽപ്പിച്ചു പോയി ഈശ്വരനെ, ആ ഈശ്വരനുമായി വീണ്ടും ചേർക്കുക എന്നുള്ളതാണ് റിലിജിയൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈശ്വരൻ ഭിന്നനാണ്, അന്യനാണെന്നുള്ള അജ്ഞാനത്തെ മാറ്റി ഈശ്വരനുമായുള്ള ഏകീഭവനം, അതാണ് റിലിജിയൻ. അതിൻ്റെ നിഷ്പത്തി നോക്കിക്കഴിഞ്ഞാൽ അപ്പം അങ്ങനെ വരുമ്പോൾ അത് ധർമ്മം എന്നുള്ളതിൻ്റെ ചെറിയൊരു അംശം മാത്രമേ ആവുന്നുള്ളൂ. ധർമ്മം വളരെ വിപുലമാണ്. അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ തൻ്റെ അതിവിപുലമായ സാഹിത്യത്തിൽ
ഒരൊറ്റ ശ്ലോകം കൊണ്ട് ധർമ്മത്തെ വിശദീകരിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്ക്. ധർമ്മയേവ പരം ദൈവം, ധർമ്മയേവ മഹാധനം, ധർമ്മ സർവത്ര വിജയീ ഭവതു ശ്രേയസേ നൃണാം. ഒരൊറ്റ ശ്ലോകത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ ധർമ്മത്തിൻ്റെ സമസ്ത ആശയങ്ങളെയും സമാഹരിച്ചിട്ടുണ്ട്. ധർമ്മയേവ പരം ദൈവം. ഇത് വ്യാഖ്യാനിക്കാൻ മുതിരുന്നില്ല. വ്യാഖ്യാനിക്കണമെങ്കിൽ 1-2 ദിവസം വേണം. കഴിഞ്ഞ ദിവസം സാന്ദർഭികമായിട്ട് ഇന്നിവിടെ സ്വാഗതം ആശംസിച്ചു ഗുരുധർമ്മ പ്രചരണ സഭയുടെ പ്രതിനിധിയായിട്ട് ശ്രീ KT ജനാർദ്ദൻ. അവിടെ ഗുരുധർമ്മ പ്രചരണ സഭയിൽ 2 ദിവസം ഈ ശ്ലോകം വ്യാഖ്യാനിക്കുകയുണ്ടായി. കുറച്ച് മുമ്പ്, ഏതാനും മാസം മുമ്പ്. എന്നാലും തീരില്ല, അത്രയ്ക്കധികം അർത്ഥങ്ങളാണ്. ധർമ്മയേവ പരം ദൈവം, പരമമായി സർവത്തെയും പ്രകാശിപ്പിക്കുന്നത്, സർവത്തെയും പ്രകാശിപ്പിക്കുന്നത്, അതാണല്ലോ ദൈവം. ദ്യോതനാദ്, ദീപനാദ്, ദാനാദ്, ദിവിഭവാദ്, ഇങ്ങനെ 4 അർത്ഥങ്ങളാണ് ദേവശബ്ദത്തിനുള്ളത്. എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്ന, സ്വയം പ്രകാശിക്കുന്ന, സകല മഹിമകളെയും സകലത്തിനും ദാനം ചെയ്തിരിക്കുന്ന, ഹൃദയാകാശത്തിൽ വസിക്കുന്ന, ഈ 4 അർത്ഥങ്ങളാണ് ദേവശബ്ദത്തിന്. അങ്ങനെ പരമമായ ദൈവം ധർമ്മമാണ്. ധർമ്മയേവ മഹാധനം, ഇത് മഹാധനമാണ്. എല്ലാവരും സമ്പാദിക്കണം, പോരാ സംരക്ഷിക്കണം. അങ്ങനെ സമ്പാദിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യപ്പെടേണ്ടതാണ് ധർമ്മം. ധർമ്മ സർവത്ര വിജയീ, എല്ലായിടത്തും ധർമ്മമേ വിജയിക്കൂ, മറ്റൊന്നും വിജയിക്കില്ല. അധർമ്മം വിജയിച്ചെന്നൊക്കെ തോന്നും താത്കാലികമായി, എന്നാൽ ധർമ്മം മാത്രമേ ശാശ്വതമായി നിലനിൽക്കൂ, ഇതിൽ സംശയമില്ല. അങ്ങനെ വിജയി ഭവതു ശ്രേയസേ നൃണാം, അങ്ങനെയുള്ള ധർമ്മം മനുഷ്യന്മാരുടെ ശ്രേയസ്സിനായിക്കൊണ്ട് ഭവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്, സങ്കല്പിക്കുകയാണ് ശ്രീനാരായണ ഗുരുദേവൻ ചെയ്തിട്ടുള്ളത്. ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഇവിടെ പറയുന്നു, രക്ഷിക്കപ്പെടുന്ന ധർമ്മം നമ്മെയും രക്ഷിക്കും, നശിപ്പിക്കപ്പെടുന്ന ധർമ്മം നമ്മെയും നശിപ്പിക്കും. അതുകൊണ്ട് ധർമ്മം നമ്മളെ നശിപ്പിക്കാതിരിക്കട്ടെ. എന്തുകൊണ്ടെന്നാൽ നമ്മളാൽ ധർമ്മം നശിപ്പിക്കപ്പെടരുത്, നശിപ്പിക്കപ്പെട്ടാൽ അത് നമ്മളെയും നശിപ്പിക്കും. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് വെച്ചാൽ അർത്ഥം, ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ധർമ്മമൂല്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ ഇടവരട്ടെ. എന്താണ് ധർമ്മം? വീണ്ടും ചോദ്യം. അപ്പൊ പറയുന്നു, ഈ പ്രപഞ്ചത്തെ മുഴുവൻ ചേർത്ത് കോർത്ത് നിർത്തുന്നത് ധർമ്മമാണ്. ഒരണുകണം മുതൽ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ അടങ്ങുന്ന പ്രപഞ്ചം വരെ സകലത്തെയും ചേർത്ത് കോർത്ത് ധരിക്കുന്നത് ധർമ്മമാണ്. ധാര്യത്തെ അനേന, ഏതൊന്നിനാലാണോ ധരിക്കപ്പെടുന്നത്, ഒരാറ്റമായി ധരിക്കപ്പെടുന്നത്, നിരന്തര ചലനം, അതാണ് ഒരാറ്റത്തിനുള്ളിൽ. ആ നിരന്തര ചലനത്താലുള്ള അചലഭാവമാണ് ഒരാറ്റം. അത് തന്നെയാണ് ഈ ബ്രഹ്മാണ്ടവും, അത് തന്നെയാണ് അനേക കോടി ബ്രഹ്മാണ്ടങ്ങൾ ചേർന്ന പ്രപഞ്ചവും. നിരന്തര ചലനത്താലുള്ള അചലഭാവം. നിരന്തര ചലനത്താലുള്ള അചലഭാവം എന്ന് പറയുമ്പോൾ ഇതിനെ നിയമിക്കുന്ന ശക്തിവിശേഷം എന്ത്? ഏതൊരു നിയന്ത്രണത്തിന് വിധേയമായിട്ടാണ് ഇതെല്ലാം നിലനിൽക്കുന്നത്? അവിടെയാണ് വേദം നമ്മളോട് പറഞ്ഞത്, യാഥാ തഥ്യതോ അർത്ഥാൻ വ്യദധാതെന്ന്. എങ്ങനെ വേണോ അങ്ങനെ സകലത്തെയും വിഭജിച്ച് ധരിച്ചു വെച്ചിരിക്കുന്നു. ഒന്നും അസ്ഥാനത്തില്ലിവിടെ. ഈ പ്രപഞ്ചത്തിൽ ഒന്നുപോലും അസ്ഥാനത്തില്ല. എല്ലാം ഒരു നിയമവ്യവസ്ഥയ്ക്ക് വിധേയമാണ്. ആ നിയമവ്യവസ്ഥയെ ഒന്നുപോലും ലംഘിക്കുന്നില്ല. ശ്രദ്ധിക്കുക. അപ്പോൾ ഒരണുകണം മുതൽ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ അടങ്ങുന്ന പ്രപഞ്ചം വരെ സകലവും ഒരു നിയമവ്യവസ്ഥയ്ക്ക് വിധേയമാണെങ്കിൽ
ആണെന്ന് അല്പം നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ഘടകം അതിൻ്റെ തനിമയിൽ നിലനിൽക്കുന്നത്? എന്തൊരു അത്ഭുതകരങ്ങളായ നിയമങ്ങളാണ് അല്പം നിരീക്ഷിക്കുന്ന ഒരു വ്യക്തിക്ക് മുമ്പാകെ കാണപ്പെടുന്നത്. ഏതൊന്നിൻ്റെ വിശദീകരണത്തിനാണ് സകല ശാസ്ത്രങ്ങളും തന്നെ പ്രവർത്തിക്കുന്നത്. അത്ഭുതമാണിത്, അത്യത്ഭുതം. എത്ര ശാസ്ത്രമേഖലയിൽ നമ്മൾ കൂടുതൽ കൂടുതൽ പഠിച്ചു പോകുന്നുവോ, അത് ഏതെങ്കിലും ഒരു കോശത്തെക്കുറിച്ചാകട്ടെ, അഥവാ ഒരു കോശ സമൂഹത്തെക്കുറിച്ചാകട്ടെ, അഥവാ ഏതെങ്കിലും ഒരു അവയവത്തെക്കുറിച്ചാകട്ടെ, ഇനി ഒരു ആണവിക ഘടനയെക്കുറിച്ചാകട്ടെ, അറ്റമിക് സ്ട്രക്ചറിനെ കുറിച്ചാവട്ടെ, അത്ഭുതപ്പെടുകയാണ് ശാസ്ത്രജ്ഞന്മാർ കൂടുതൽ അകത്തേക്ക് പോകും തോറും. ബാഹ്യമായി പഠിക്കുന്ന ഒരാൾക്ക് ഇതിലൊന്നും വലിയ കേമത്തൊന്നുമില്ല എന്നാണ്, അവൻ അഹങ്കാരിയായിത്തീരുന്നു. പക്ഷെ ഏതൊരു ശാസ്ത്രവും ആഴത്തിൽ പഠിക്കാൻ നമ്മൾ പോകുമ്പോൾ നമ്മൾ അത്ഭുത പരതന്ത്രരാവുകയാണ്. ഇതെന്തൊരു അത്ഭുത നിയമമാണിത്! എന്താണ് ഇതിനെ മുഴുവൻ ചേർത്ത് കോർത്ത് നിർത്തുന്നത്? അതിന് നമ്മൾ പറയുന്ന പേരാണ് ധർമ്മം. ശ്രദ്ധിക്കുക. അപ്പോൾ ധർമാനുസൃതമായി ജീവിതം നയിക്കൂ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ലളിതമാണ് മറുപടി. ഈ പ്രപഞ്ചത്തെ മുഴുവൻ ചേർത്ത് കോർത്ത് നിർത്തുന്ന നിയമവ്യവസ്ഥയെ മനസ്സിലാക്കി അതിനനുസൃതമായി നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുക. എൻ്റെ വാക്കുകളെ കൊണ്ട്, എൻ്റെ ചിന്തകളെ കൊണ്ട്, എൻ്റെ പ്രവർത്തനങ്ങളെ കൊണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ താളത്തിനൊരു ഭംഗം വരരുതേ, ഈ പ്രപഞ്ച താളത്തിനൊരു ദോഷം സംഭവിക്കരുതേ. ഈ ഒരു ചിന്തയോടുകൂടി ജീവിതത്തെ ക്രമീകരിക്കുമ്പോൾ ആ ജീവിതമാണ് ധാർമ്മിക ജീവിതം. അതെ, സംശയമേതുമില്ല. ലോകത്തിന് ഭാരതം നൽകിയ ഏറ്റവും വലിയ സംഭാവന ഏതെന്ന് ചോദിച്ചാൽ ഈ ധർമ്മസങ്കല്പമാണെന്നാണ് നമ്മുടെ മറുപടി. വേറെ ഒട്ടനവധിയുണ്ട്. വൈജ്ഞാനിക ശാസ്ത്ര മേഖലകളിൽ അളവറ്റ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അതിനെയൊക്കെ ആദരപൂർവം കണ്ടുകൊണ്ട് തന്നെ ധർമ്മം എന്നുള്ള സങ്കല്പത്തെയാണ് ലോകത്തിന് ഭാരതം ഏറ്റവും പ്രധാനമായി നൽകിയതെന്ന് നിസ്സംശയം പറയാൻ കഴിയും. ഈ ധർമ്മത്തെ നമ്മൾ പാലിക്കട്ടെ. എങ്ങനെ? ജീവിതത്തിൽ ആചരിക്കുന്നതിലൂടെ, അറിഞ്ഞാചരിക്കുന്നതിലൂടെ. അറിയാതെ ആവുമ്പോൾ അനാചാരങ്ങളും ദുരാചാരങ്ങളും ഒക്കെ സംഭവിക്കും. അപ്പൊ എവിടുന്ന് ഞാൻ അറിയണം? പ്രമാണങ്ങളിലൂടെ അറിയണം, ശാസ്ത്രത്തിലൂടെ അറിയണം. അപ്പോൾ രണ്ട് ഘടകങ്ങളാണ് ധർമ്മത്തിൽ മുഖ്യം. ഒന്ന് ആചരണം, രണ്ട് ശാസ്ത്രം. ഒരാൾക്ക് ഒരുപാട് ശാസ്ത്രങ്ങൾ അറിയാം, ശാസ്ത്രജ്ഞാനത്തിൻ്റെ ഒരു നിധിയാണ്, ഒരു സഞ്ചരിക്കുന്ന ലൈബ്രറി എന്നൊക്കെ പറയാം. പക്ഷെ അയാളെ ധാർമ്മികനെന്ന് നമ്മൾ പറയില്ല, അയാൾ ആചരിക്കുന്നില്ലെങ്കിൽ. എന്നാൽ ഒരാൾ പലതും ആചരിക്കുന്നുണ്ട്, ആ ആചരണം ശാസ്ത്രാനുസൃതമല്ല എങ്കിലും വിഷമം തന്നെയാണ്. അതുകൊണ്ട് ആചാരമാണ് ധർമ്മത്തിൽ പ്രധാനം. അതാണ് വ്യാസഭഗവാൻ ആചാര പരമഃ ധർമ്മഃ എന്ന് പറഞ്ഞത്. ആചാരപ്രഭവോ ധർമ്മ എന്നും പറഞ്ഞു വെച്ചു. പക്ഷെ അതേ സമയത്ത് ആചാരത്തെ നിശ്ചയിക്കുന്നത് ശാസ്ത്രമാണ്. തസ്മാത് ശാസ്ത്രം പ്രമാണം തേ കാര്യ വ്യവസ്ഥിതൗ എന്നും പറഞ്ഞു വെച്ചു. അപ്പൊ ശാസ്ത്രത്തിനനുസൃതമായി ആചരിക്കുക. അല്ലാത്ത പക്ഷം അനാചാരങ്ങളും ദുരാചാരങ്ങളും സംഭവിക്കും, അബദ്ധവിശ്വാസങ്ങൾ സംഭവിക്കും. ശ്രദ്ധിക്കുക. അപ്പൊ ശാസ്ത്രം, ആചാരം ഇവയുടെ സമന്വയം നമ്മുടെയൊക്കെ ജീവിതത്തിൽ വേണം. ആചാരം ചെയ്യുക, ശാസ്ത്രം അറിയുക, ശാസ്ത്രം അറിഞ്ഞാചരിക്കുക. ഈ രണ്ടിൻ്റെയും സമന്വയം നമ്മുടെ സമാജത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ ധർമ്മം രക്ഷിക്കപ്പെടൂ, അല്ലെങ്കിൽ രക്ഷിക്കപ്പെടില്ല. കാരണം അത്രയ്ക്കധികം
ഈ പ്രപഞ്ച താളത്തെ നശിപ്പിക്കാനായിക്കൊണ്ടുള്ള ശക്തികൾ നിരന്തരമായ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ അറിഞ്ഞാചരിക്കുന്നവരാകണം. അറിവില്ലായ്മയാണ് സർവത്ര ചൂഷണം ചെയ്യപ്പെടുന്നത്. അറിവില്ലായ്മയാണ് സർവത്ര അനാചാരങ്ങൾക്കും ദുരാചാരങ്ങൾക്കും കാരണമാകുന്നത്. അറിവില്ലായ്മയാണ് അബദ്ധവിശ്വാസങ്ങളെ താലോലിക്കുന്നതിന് കാരണമാകുന്നത്. അതുകൊണ്ട് അറിയണം, അറിവോടുകൂടി ആചരിക്കണം. ഈ അറിവും ആചാരവും ഒത്തുചേർന്ന ഒരു ജീവിത വ്യവസ്ഥ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കണം. അറിവും ആചാരവും ഒത്തുചേർന്ന കുടുംബ വ്യവസ്ഥ. അത്തരം കുടുംബ വ്യവസ്ഥയിലൂടെ ധർമ്മത്തെ സംരക്ഷിക്കണം. ധർമ്മം രക്ഷിക്കപ്പെടുന്നതിലൂടെ കുടുംബം രക്ഷിക്കപ്പെടണം. പരസ്പര പൂരകമായി ഇവ നിലനിൽക്കണം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് പറയുമ്പോൾ നമ്മുടെ കുടുംബങ്ങൾ സംരക്ഷിതമായി നിലനിൽക്കാൻ നമ്മൾ എത്രമാത്രം ജാഗരൂകരാണ്, അതിൻ്റെ ഗൗരവം വേണ്ടത്ര നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ? അതെ, ചിന്തിച്ചേ മതിയാവും. കാരണം ഓരോ വർഷം കഴിയുന്തോറും വിവാഹമോചനങ്ങളുടെ തോത് കൂടി കൂടി വരികയാണ്. മുമ്പൊക്കെ പല പ്രഭാഷണങ്ങളിലും പലരും പറഞ്ഞ് കേൾക്കാറുണ്ട്, ഇന്ന് കുടുംബങ്ങളൊക്കെ ചെറുതായി അണുകുടുംബമായി എന്നൊക്കെ. ഇന്നിപ്പോൾ അവിടം കൊണ്ട് തീർന്നോ? അണുകുടുംബം പോലും ഇല്ലാതായിരിക്കുന്നു. ഭർത്താവിൻ്റെ മനസ്സിൽ ഭാര്യയ്ക്ക് സ്ഥാനമില്ല, ഭാര്യയുടെ മനസ്സിൽ ഭർത്താവിന് സ്ഥാനമില്ല. രണ്ടുപേരും കണ്ടുമുട്ടുന്നത് തന്നെ വല്ലപ്പോഴും. കാരണം രണ്ടു പേർക്കും വരുമാനമുണ്ട്, വരുമാനം ഉണ്ടാക്കുകയും വേണം. എന്തിനാ ഉണ്ടാക്കണമെന്ന് അറിയില്ല. കാരണം കുട്ടികൾക്ക് വേണ്ടിയാണെന്ന് പറയാൻ ഒക്കില്ല. കുട്ടികളും മിക്കവാറും ഇല്ല. ഗർഭം ധരിക്കാൻ പോലും സന്നദ്ധതയില്ലാത്ത യുവതികളുടെ എണ്ണം കൂടി കൂടി വരികയാണ്. നമ്മൾ പലരോടും ചോദിച്ചിട്ട് പിന്നെ നീ എന്തിന് കല്യാണത്തിന് നിന്നെന്ന് ഒന്നോ രണ്ടോ സന്ദർഭത്തിലല്ല, വലിയ കുടുംബ പ്രശ്നമായി സമീപിച്ച ചിലരുടെ പ്രശ്നങ്ങളുടെ ചുരുളഴിക്കാൻ വേണ്ടി സംസാരിക്കുമ്പോൾ അടിസ്ഥാനപരമായി ഞാൻ ഗർഭിണിയാവാനൊന്നും ഞാൻ തയ്യാറില്ല, എനിക്ക് വയറുന്തിയൊന്നും നടക്കാൻ പറ്റില്ല. സാരമില്ല, എന്നാൽ അവൻ വയറുന്തി നടന്നോട്ടെ, അതിന് വ്യവസ്ഥയുണ്ടോ? അതിന് പ്രകൃതിയിൽ നിയമമുണ്ടോ? അതില്ല, ഞങ്ങൾക്കറിയില്ല. വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ആരെങ്കിലും അഡാപ്റ്റ് ചെയ്യാം, ഒരുപാട് കുട്ടികളുണ്ടല്ലോ എന്ന് പറയുന്നവരുടെ എണ്ണം കൂടി കൂടി വരുന്നുണ്ട്. തീർച്ചയായിട്ടും സാമാജികമായി ഒരു ജീവിതമില്ലാത്ത മക്കളെ അഡാപ്റ്റ് ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ പ്രസവിക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ട് അഡാപ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ അത് ഉയർത്തുന്നൊരു സാമൂഹിക പ്രശ്നം ചെറുതല്ല. ചിന്തിക്കുക. ഇത് അതുകൊണ്ടാണ് പറഞ്ഞത്, അണുകുടുംബം എന്ന് പോലും പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ സമാജം പതുക്കെ പതുക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം ദോഷങ്ങൾ ഏറെ കാണുന്നത് വിദ്യാസമ്പന്നരെന്ന് പറയുന്നവരിലാണ്. അതെ, അസ്വസ്ഥത, യഥാർത്ഥമായ ജീവിത വീക്ഷണമില്ല, ആചാരരഹിതന്മാരായിരിക്കുന്നു, ശാന്തിയില്ല, സമാധാനമില്ല. ഈ പോക്ക് എങ്ങോട്ട്? ഇത്തരം സാഹചര്യമാണ് മുതലെടുക്കപ്പെടുന്നത്. അതെ, നിങ്ങൾ ഒരു മാസം കൊളത്തൂർ അദ്വൈതാശ്രമത്തിൽ വന്ന് താമസിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഈ ലവ് ജിഹാദിന്റെ ഇരകളായി വരുന്ന പെൺകുട്ടികളുടെ എണ്ണം നിങ്ങൾക്കൊന്ന് കാണാം. ഒരു മാസം വരുന്ന കുട്ടികളുടെ എണ്ണം. നമ്മളെ മുറിയിൽ തന്നെ ഇരുന്നോളണം, കാരണം പുറത്താന്ന് വെച്ചാൽ മനസ്സിലാവില്ല ആരെന്തിനാ വന്നതെന്ന്. ആവറേജ് 12 കുട്ടികളെയെങ്കിലും ഒരു മാസം കൊണ്ടുവരുന്നുണ്ട്. കോടതിയിൽ ഹാജരാക്കപ്പെട്ട ശേഷം 2 ആഴ്ച കുടുംബത്തിൽ താമസിക്കൂ എന്ന ജഡ്ജിയുടെ വിധിയെ തുടർന്ന്, അഥവാ ശാരീരികവും മാനസികവുമായി പല പീഡനങ്ങൾ ഏറ്റുവാങ്ങി സമനില നഷ്ടപ്പെട്ട്, അഥവാ മതം മാറ്റ കേന്ദ്രങ്ങളിലേക്ക് പോകുന്ന വഴിക്ക് ചിലരാൽ പിടിച്ചു കൊണ്ടുവരപ്പെട്ടിട്ട്, ചിലത് മതം മാറ്റ കേന്ദ്രങ്ങളിലെ ഭീകരാന്തരീക്ഷം സ്വയം അറിഞ്ഞ് അവിടുന്ന് ചാടിപ്പോന്നിട്ട്, ഇങ്ങനെയൊക്കെ വരുന്ന മക്കള്
ഒരു മാസത്തിൽ 11-12 പേര് ആവറേജ് കൊളത്തൂർ അദ്വൈതാശ്രമത്തിൽ മാത്രം വന്നുകൊണ്ടിരിക്കുകയാണ് കുറേ കൊല്ലങ്ങളായിട്ട്. അധികവും ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും ഉള്ള കുട്ടികളാണ്. ഇന്ന സിനിമയിൽ ഇന്ന ഡാൻസ് രംഗത്തിൽ നായിക എത്ര പ്രാവശ്യം ചുരിദാർ മാറ്റി എന്ന് ചോദിച്ചാൽ അവർ കൃത്യമായി പറഞ്ഞു തരും. അതെ. അല്ലെങ്കിൽ മറ്റു പല പല വിഷയങ്ങളെക്കുറിച്ച്, ലോകത്തിലുള്ള ഏത് വിഷയത്തെക്കുറിച്ച് ചോദിച്ചാലും അവർ മണിമണിയായി പറഞ്ഞു തരും. പക്ഷെ ഒരു 10 ഋഷിമാരുടെ പേര് പറയൂ. എന്തിനാ 10? ഒരു 5 ഋഷിമാരുടെ പേര് പറയൂ. നമ്മുടെ അടിസ്ഥാന ശാസ്ത്രങ്ങൾ ഏതൊക്കെയാണ്? നമ്മുടെ പ്രധാനപ്പെട്ട ആചരണങ്ങൾ എന്തൊക്കെയാണ്? ആചരണങ്ങളുടെ പിന്നിലുള്ള യുക്തിയും ശാസ്ത്രവും എന്താണ്? അറിയില്ല, അറിയില്ല, അറിയില്ല. കുട്ടികളെ കുറ്റം പറയാൻ നമ്മൾ തയ്യാറല്ല, ഒരിക്കലും തയ്യാറല്ല. കുട്ടികൾക്ക് ഒരു കുറ്റവും ഇല്ല. മറിച്ച് അവരെ വളർത്തിയെടുക്കാൻ ബാധ്യതപ്പെട്ട അമ്മയും അച്ഛനും അവരെ വളർത്തുന്നുവോ? ഒരുപാട് പൊങ്ങച്ചങ്ങൾ എന്തൊക്കെയോ അവരെ പഠിപ്പിക്കുന്നുണ്ട്, ഒരുപാട് ജാടകള്, കൃത്രിമത്വങ്ങള്. അതെ, വലിയ വിഷയമാണ്. ഈ കഴിഞ്ഞ വർഷം വ്യത്യസ്ത ക്ലാസ്സുകളിലെ കുട്ടികളോട് നമ്മൾ സംസാരിച്ചപ്പോൾ +1, +2, ഡിഗ്രി, പോസ്റ്റ് ഗ്രാജുവേഷൻ ക്ലാസ്, ഡിഗ്രിയിൽ തന്നെ MBBS, BAMS, അതുപോലെ പോസ്റ്റ് ഗ്രാജുവേഷൻ MBA, MCA, അങ്ങനെ പല ക്ലാസ്സുകളിലുള്ള കുട്ടികളോട് കഴിഞ്ഞ വർഷം ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നമ്മൾ സംസാരിച്ചപ്പോൾ പല ഭാഷകളിൽ സംസാരിച്ചു. പക്ഷെ ഒരു ചോദ്യം അവരോട് ആവർത്തിച്ചു: മക്കളെ, എത്ര വീടുകളിൽ നിന്ന് അമ്മമാര് നിങ്ങളോട് പഠിച്ചു നല്ല മനുഷ്യരാവാൻ പറഞ്ഞിട്ടുണ്ട്? പഠിച്ചു നല്ല ഡോക്ടറാവാനല്ല, പഠിച്ചു നല്ല എഞ്ചിനീയർ ആവാനല്ല, പഠിച്ചു നല്ല മനുഷ്യരാവാൻ എത്ര അമ്മമാര് നിങ്ങൾക്ക് ഉപദേശം തന്നിട്ടുണ്ട് എന്ന് ചോദിച്ചപ്പോൾ 1500-ൽ 3 കുട്ടികളാണ് കൈപൊന്തിച്ചത്. 1500-ൽ 3, 1000-ൽ 2, 100-ൽ 0.2. ചിന്തിക്കൂ, നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു? കുട്ടികളെ എങ്ങനെ കുറ്റം പറയാൻ ഒക്കും? നമ്മുടെ ഋഷീശ്വരന്മാർ പറഞ്ഞ ആചാരങ്ങളെ തീർത്തും നമ്മൾ വിസ്മരിച്ചു. കുട്ടികൾ നേർവഴിക്ക് വരണമെങ്കിൽ, പുതിയ നല്ലൊരു തലമുറ സൃഷ്ടിക്കപ്പെടണമെങ്കിൽ ഒരിക്കലും കുട്ടികൾ കാമത്തിന്റെ ബൈ പ്രോഡക്റ്റ് ആവരുത്, ധർമ്മത്തിന്റെ പ്രോഡക്റ്റ് ആവണം. എത്ര പേർക്ക് ധൈര്യമുണ്ട് പറയാൻ, എൻ്റെ കുട്ടി ധർമ്മത്തിന്റെ സന്താനമാണ്, ഉത്പന്നമാണ്, കാമത്തിന്റെ ഉപോത്പന്നമല്ല എന്ന്? കാമത്തിന്റെ ഉപോത്പന്നം സ്ത്രീക്കും പുരുഷനും തമ്മിൽ സെക്ഷൽ ഇൻസ്റ്റിങ്ക്റ്റ് വന്നു, കാമവാസന വന്നു, അവരൊന്നിച്ച് സംയോഗിച്ചു, അതിനൊരു കുട്ടി അങ്ങ് ഉണ്ടായിപ്പോയി. പലപ്പോഴും വൈദ്യപരിശോധന കഴിയുമ്പോഴാ പോസിറ്റീവാ എന്നറിയുന്നത്. അവിടെ കുട്ടി ഉണ്ടാവുകയാണ്. നമ്മുടെ ആചാര്യന്മാർ കുട്ടിയെ ഉണ്ടാക്കാനാണ് പറഞ്ഞത്, കുട്ടി ഉണ്ടാവരുത്, കുട്ടിയെ ഉണ്ടാക്കണമെന്നാ പറഞ്ഞത്. നല്ല സന്താനം ഉണ്ടാവണേ, ഓജസ്സുള്ള സന്താനം ഉണ്ടാവണേ, തേജസ്സുള്ള സന്താനം ഉണ്ടാവണേ എന്ന പ്രാർത്ഥനയോടുകൂടി സ്ത്രീ പുരുഷന്മാര് അച്ഛനമ്മമാരുടെ അനുഗ്രഹമെല്ലാം മേടിച്ച ശേഷം സംയോഗം ചെയ്ത് ഗർഭാധാന സംസ്കാരം ചെയ്ത് കുട്ടികളെ ഉണ്ടാക്കാനാ പറഞ്ഞത്. അവിടുന്ന് തുടങ്ങി പിന്നെ നമ്മൾ എങ്ങനെ പുതിയ തലമുറയെ കുറ്റം പറയും? അതുകൊണ്ട് നമുക്ക് സംസ്കാരങ്ങളിലേക്ക് തിരിച്ചു പോകണ്ടേ? ഇതിൻ്റെയൊക്കെ ശാസ്ത്രീയത എത്രമാത്രമാണ്? വെറുതെ ഏതെങ്കിലും ആള് ഊഹാപോഹം വെച്ച് പറഞ്ഞതല്ലിതൊന്നും. ചിന്തിക്കുക. അനേക സംസ്കാര ക്രിയകളിലൂടെ ക്രമമായി ഒരു സദ് വ്യക്തിയെ വളർത്തിയെടുക്കാനുള്ള ശാസ്ത്രം നമുക്ക് ആചാര്യന്മാർ തന്നിട്ടുണ്ട്. ഇപ്പോഴും ഒരു കേടും കൂടാതെ ആ ശാസ്ത്രങ്ങൾ നിലവിലുണ്ട്. പറഞ്ഞു തരാൻ ആൾക്കാർ നമുക്കുണ്ട്, ശാസ്ത്രം നമുക്കുണ്ട്. പക്ഷേ നമ്മൾ ഇനിയും പുറംതിരിഞ്ഞു നിന്നാൽ, ചിന്തിക്കുക, ഇനിയും പുറംതിരിഞ്ഞു നിന്നാൽ ചരിത്രത്തിലേക്ക് ഒരു എത്തിനോട്ടം നല്ലതാണ്.
ലോകത്തിലെ വ്യത്യസ്ത പ്രദേശങ്ങളിലെ പ്രാചീന സംസ്കാരങ്ങളൊക്കെ നശിച്ചപ്പോഴും ഭാരതത്തിലെ സംസ്കൃതി നശിക്കാതെ നിലനിന്നത് കുടുംബം എന്ന മഹത്തായൊരു പ്രസ്ഥാനം ഒന്ന് മാത്രം ഹേതുവായിട്ടാണ്. മറ്റ് ഘടകങ്ങളെല്ലാം അവാന്തരമാണ്, മുഖ്യം ഇതാണ്. പക്ഷെ അതിൽ ശൈഥില്യം വരുമ്പോൾ അത് ഈ ധർമ്മത്തിന്റെ നാശത്തിന് ഹേതുവായി തീരും, സംശയമില്ല. സ്വന്തം പെറ്റ അമ്മ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുത്താൽ താങ്ക് യു എന്ന് പറയുന്നത് നല്ലതോ ചീത്തയോ എന്ന് നിങ്ങൾക്ക് വിട്ടുതരുന്നു. പക്ഷേ ആ ഒരു ഔപചാരികതയിൽ മാതൃപുത്ര ബന്ധം മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അതെ പറഞ്ഞേ ഒക്കൂ, നമ്മുടെ പോക്ക് എങ്ങോട്ടാണ്? അതെ, സ്വന്തം അമ്മ ഒരു ഗ്ലാസ് വെള്ളം തന്നപ്പോഴാ പറഞ്ഞിരിക്കണം താങ്ക് യു, അത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്, താങ്ക് യു എന്ന് പറഞ്ഞു. ഇതാണോ മാതൃപുത്ര ബന്ധം? തീർച്ചയായിട്ടും അത് ആവശ്യമാണ്. എങ്കിൽ അതിൻ്റെ അനുബന്ധങ്ങൾ കൂടി വേണം. നമ്മൾ വളരെ പ്രധാനമായി നിരീക്ഷിച്ചിട്ടുള്ളൊരു വിഷയം, അമേരിക്കയിലും യൂറോപ്പിലൊക്കെ കുറച്ച് പഠിക്കാൻ സാധിച്ചതനുസരിച്ച് നോക്കിയപ്പോൾ അവിടുത്തെ തനത് കുട്ടികൾക്കും ഇവിടുന്ന് അവിടെ പോയി കുടിയേറിയവർക്കിടയ്ക്കും വലിയൊരു അന്തരമുണ്ട്, വലിയൊരു അന്തരം. അതിപ്പോൾ ഇവിടെയും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ചെറുപ്പക്കാർ 16 വയസ്സ് കഴിഞ്ഞാൽ പഠിക്കാൻ സ്വയം കാശുണ്ടായിക്കൊള്ളണം. 16 വയസ്സ് വരെ അച്ഛൻ സപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ അമ്മ സപ്പോർട്ട് ചെയ്യും. അത് കഴിഞ്ഞാൽ പഠിക്കാൻ സ്വന്തം കാശുണ്ടായിക്കൊള്ളണം. അവർ ലോൺ എടുത്താലും കൊള്ളാം, എന്തെടുത്താലും കൊള്ളാം, സ്വയം പഠിച്ചോളണം, സ്വയം നന്നായിക്കൊള്ളണം. അതാണ്. അതുകൊണ്ട് തന്നെ യാതൊരു വിധേയത്വവും അമ്മയോടില്ല, അച്ഛനോടില്ല, കുടുംബത്തോടില്ല. 16 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ആ ബന്ധം ഹായ്, ഇത്രയേ ഉള്ളൂ. അതിൽ കവിഞ്ഞൊന്നുമില്ല. എന്നാൽ ഇന്ത്യക്കാർ അവിടെ പോയി സെറ്റിൽ ചെയ്ത ഇന്ത്യക്കാർ അവരുടെ മക്കളെ പഠിപ്പ് തീരുന്നത് വരെ പൈസ കൊടുത്ത് സപ്പോർട്ട് ചെയ്യുന്നത് അച്ഛൻ തന്നെയാണ്, അമ്മ തന്നെയാണ്. പക്ഷേ അവർക്കും ഈ 16 വയസ്സ് കഴിയുന്നതോടുകൂടെ ഈ ഹായ് ബന്ധം തന്നെയുള്ളൂ. വലിയ വിപത്താണിത്. ഈ ഹായ് ബന്ധമേ ഉള്ളൂ എന്ന് വിചാരിച്ചോളൂ. അതാണല്ലോ പുതിയ ശൈലി. അതെ, അതാ പുതിയ ശൈലി. പുതിയ ഭാഷകളൊക്കെ വന്നിരിക്കുക. അപ്പോൾ എന്തൊക്കെയോ ഭാഷ ഉണ്ട്, പ്രത്യേകിച്ച് ഇംഗ്ലീഷിൽ ഒന്നും മനസ്സിലാവണില്ല. കുറച്ചൊക്കെ ഇംഗ്ലീഷ് നമുക്കറിയാം, പക്ഷെ ചില SMS ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒന്നും വായിച്ചാൽ മനസ്സിലാവില്ല. പുതിയ ഭാഷയാണത്രേ, ഒരു വസ്തു മനസ്സിലാവില്ല. ഈ ഹൈ സംസ്കാരത്തിൽ സപ്പോർട്ട് ചെയ്യുന്നത് അച്ഛനും അമ്മയും. പക്ഷേ അവരോട് വിധേയത്വം ഇല്ല, ഒന്നുമില്ല. അവരെന്തായാലും കൊള്ളാം, ഇത് നത്തുമല്ല കൂമനും അല്ല എന്നുള്ള അവസ്ഥയിലേക്കാണ്. ഒന്നുകിൽ നത്താവണം, അല്ലെങ്കിൽ കൂമനാവണം. ഒന്നുകിൽ നമ്മൾ അമേരിക്കയിൽ പോയി നമ്മൾ പ്രധാനമായിട്ട് കുടുംബങ്ങളിൽ സംസാരിക്കുന്ന ഒരു വിഷയം ഇതാ, നിങ്ങൾ അമേരിക്കക്കാരെ പോലെ വളർന്നോളൂ, ഒരു പ്രശ്നവും ഇല്ല, അവർ മോശക്കാരൊന്നും അല്ല. ഇവിടുത്തെ ചില പ്രസംഗകരൊക്കെ പറയാറുണ്ട് പാശ്ചാത്യ സംസ്കാരം അത് ഇത് എന്നൊക്കെ. ചിദാനന്ദപുരസ്വാമി പറയില്ല. കാരണം ഒരുപാട് നന്മകൾ നമുക്ക് കാണാൻ കഴിയും. ഈ പാശ്ചാത്യം എന്നൊക്കെ പറഞ്ഞ് അവിടുത്തെ സംസ്കാരത്തെ കുറ്റപ്പെടുത്തുന്നവൻ പോയി പഠിച്ചിട്ടാ പറയണത്. അത് തത്തമ്മയെ പൂച്ച പൂച്ച എന്ന് പറയുന്നത് പോലെയാ. എത്ര മഹത്വങ്ങളുണ്ട്, എത്ര നന്മകളുണ്ട് ആ സംസ്കാരത്തിൽ. അല്ലെങ്കിൽ പാശ്ചാത്യം പൗരസ്ത്യം എന്ന് വേർതിരിക്കാൻ വല്ല രേഖയുണ്ടോ നടുക്ക്? ഇവിടെ നിങ്ങട്ട് പാശ്ചാത്യം, ഇവിടെ നിങ്ങട്ട് പൗരസ്ത്യം. എന്താ ഈ പാശ്ചാത്യം, എന്താ പൗരസ്ത്യം? ഒരർത്ഥമില്ലാത്ത പദപ്രയോഗമാണ്. എല്ലാത്തിലും നന്മകളുണ്ട്, എല്ലാത്തിലും തിന്മകളും ഉണ്ട്. അത് കാണാനുള്ള കണ്ണ് നമുക്ക് വേണം. പക്ഷെ സംഭവിക്കുന്നത് ഒന്ന്, പകുതി ഇവിടുത്തെ ജീവിതക്രമം, പകുതി അവിടുത്തെ ജീവിതക്രമം, രണ്ടും അല്ലാണ്ടാവുക. ഒന്നുകിൽ അവിടുത്തെ ജീവിതക്രമമാവണം പൂർണ്ണമായിട്ട്, എന്നാൽ ഒരു കുഴപ്പമില്ല, 16 വയസ്സ് വരെ അച്ഛനമ്മയും കുടുംബം നോക്കി, അത് കഴിഞ്ഞാൽ പോ നോക്കണ്ട, നിങ്ങളായി ലോൺ എടുത്തു, പഠിച്ചു, നന്നായി ചീത്തയായി നിങ്ങളുടെ പാട്. ഇതല്ല, കുഞ്ഞാന്നും പറഞ്ഞിരിക്കും ഒന്നിച്ച്, മോനെ മോളെന്നും പറഞ്ഞ് അവൻ എത്ര വലുതാവണോ അത്രയും നേരം അവന് വലുതാവാൻ സമ്മതിക്കാതെ കൂടെ ചൂടിക്കൊടുത്തു. അതെ,
വലുതാവാൻ സമ്മതിക്കാതെ കുട ചൂടിക്കൊടുത്ത്. എന്നാ ഇവൻ കുടേൻ്റെ അടിയിൽ ഇരിക്കുകയോ? അവൻ ഈ കുടയുടെ കാല് തന്നെ കരണ്ട് തിന്നും, സംശയമൊന്നുമില്ല. ഇത് അങ്ങും ഇങ്ങും അല്ലാതാവുകയാണ്. ഇത് തന്നെയാണ് ഇവിടെയും ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ ഈ നവലോകക്രമത്തിൽ ലോകത്തിലുള്ള ഏത് അറിവിനെയും ആചാരത്തെയും ദുരാചാരത്തെയും ഒക്കെ നിമിഷ നേരം കൊണ്ട് സ്വാംശീകരിക്കാൻ കഴിയുന്ന വിധം നമ്മുടെ വിവര സാങ്കേതിക വിദ്യ വികസിച്ചു കഴിഞ്ഞു. മാത്രവുമല്ല, ഇന്ന് ലോകത്തെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഭാഷാപരമായ പ്രാവീണ്യം താഴോട്ടും സാങ്കേതിക ജ്ഞാനത്തിലെ പ്രാവീണ്യം മുമ്പോട്ടുമാണ് പൊതുവെ കാണുന്നത്. 2 വയസ്സായ കുട്ടിക്കും മൊബൈൽ ഫോൺ ഓപ്പറേറ്റ് ചെയ്യാൻ അറിയാം. ഒരു 3 വയസ്സായ കുട്ടിക്ക് സുഖമായിട്ട് കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യാൻ അറിയാം. ഇന്ത്യയിൽ മാത്രമൊന്നുമല്ല, എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. അമേരിക്കയിലൊന്നും പോട്ടെ, ടെക്നിക്കൽ എബിലിറ്റി കൂടുന്നു, ലിംഗ്വിസ്റ്റിക് എബിലിറ്റി കുറയുന്നു. ഇത് മാരകമായ നാളെയിലേക്ക് വലിയൊരു വിപത്താണ്. കാരണം മനുഷ്യനെ മനുഷ്യനാക്കുന്നത് ടെക്നിക്കൽ എബിലിറ്റി അല്ല, അത് ഉപകരണങ്ങളെയേ തരൂ, കരണത്തെ തരില്ല. ടെക്നോളജി ഉപകരണത്തെയേ തരൂ, കരണത്തെ തരില്ല. കരണത്തെ ശുദ്ധീകരിക്കാൻ അതിന് സംസ്കാരം തന്നെയേ ഉള്ളൂ, അതിന് ആചാരങ്ങൾ തന്നെയേ ഉള്ളൂ, വേറൊരു വഴിയുമില്ല. ഇത് നമ്മുടെ വീടുകളിൽ നിന്ന് അന്യമായി പോകുന്ന അവസ്ഥാവിശേഷം കാണുമ്പോൾ എങ്ങനെ പറയാതിരിക്കും? വീട്ടിലൊരു അതിഥി വന്നാൽ സംസാരിക്കാൻ നമുക്ക് ഇടയില്ല, ഇത് നോക്കിക്കൊണ്ടിരിക്കുക, കൈ രണ്ടും. അതിഥി വന്ന് അവിടെ ഇരുന്നു, ഇയാൾ ഇത് കഴിഞ്ഞാൽ എപ്പോഴാ വന്ന, അപ്പോഴത്തേക്ക് അടുത്ത് വന്നു. സ്നേഹബന്ധം. അടുത്തിരിക്കുന്ന അതിഥിയെ കാണാൻ കഴിവില്ല, എന്നിട്ട് അങ്ങുള്ളവനുമായിട്ട് സ്നേഹബന്ധം. ചിന്തിക്കുക, എങ്ങോട്ടാ നമ്മുടെ പോക്കെന്ന് ആലോചിക്കൂ. ഒരു പ്രഭാഷണത്തിന് ഹാളിൽ വന്നിരുന്നാൽ അവിടെ ഇവിടെ ഇരുന്ന് ഇതിങ്ങനെ നോക്കുക പണി. പിന്നെ എന്തിനാ ഇതിൻ്റെ ഉള്ളിൽ? പട്ടെല്ലാവരും നോക്കിയിട്ടില്ല കേട്ടോ, ഒരാൾ നോക്കിയിട്ടില്ല. അയ്യോ, ഈ പോക്ക് എങ്ങോട്ടാ ചോദിക്കേണ്ടതാണ്. അപ്പൊ എവിടെയൊക്കെയോ ചില വ്യതിചലനങ്ങൾ വരുമ്പോ, നമ്മൾ ആചാരബാഹ്യന്മാരാകുമ്പോ, ശാസ്ത്രബാഹ്യന്മാരാകുമ്പോ, തത്സ്ഥാനത്ത് അനാചാരങ്ങളും ദുരാചാരങ്ങളും കുടിയേറുമ്പോ, മനുവിന്റെ ഈ വാക്യം മാനോ ധർമ്മോ ഹതോ വധീത് എന്ന വാക്യം നമ്മൾ ഓർമ്മിക്കണ്ടേ? ഹനിക്കപ്പെടുന്ന ധർമ്മം നമ്മളെ ഹനിക്കാതിരിക്കട്ടെ. അഗ്നിയിലേക്ക് നീ തുടരുതേ, തൊട്ടാ പൊള്ളൂട്ടോ എന്ന് പറഞ്ഞാൽ അത് ശാപമല്ല. അതൊരു ശാപമല്ല, അതൊരു മുന്നറിയിപ്പാണ്. ഈ മുന്നറിയിപ്പാണ് മനു നമുക്ക് തന്നിട്ടുള്ളത്. ആ മുന്നറിയിപ്പിനെയാണ് സനാതനധർമ്മ പരിഷത്ത് മുഖവാക്യമാക്കി എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നല്ലപോലെ ശ്രദ്ധിക്കുക, ഈ സംസ്കാര മഹിമ അറിയിക്കുക, അതിന് നിരന്തരം പരിശ്രമിക്കുക. ഏതെല്ലാം മേഖലകളിൽ എങ്ങനെയെല്ലാം വേണോ അങ്ങനെയെല്ലാം. അതെ, ഭൂത്യൈന പ്രമദിതവ്യം കുശലാന്ന പ്രമദിതവ്യം എന്നൊക്കെ ഋഷീശ്വരന്മാർ പറഞ്ഞത് ഓർമ്മിക്കുക. ഐശ്വര്യത്തിനായിക്കൊണ്ട് എന്ത് ചെയ്യണോ അതിൽ നിന്ന് മടിച്ച് പിന്മാറരുത്. നിന്റെയും കുടുംബത്തിൻ്റെയും രക്ഷയ്ക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യണോ അതിൽ നിന്ന് മടിച്ച് പിന്മാറരുത്. 1552 മന്ത്രങ്ങളുള്ള ഋഗ്വേദ സംഹിത ഉപസംഹരിച്ചത് നിങ്ങൾ ഒന്നിച്ച് നല്ലതിലേക്ക് സഞ്ചരിക്കുവനെന്ന് പറഞ്ഞുകൊണ്ടാണ്. നിങ്ങൾ ഒന്നിച്ച് നല്ലതിനെ പറയുവനെന്ന് പറഞ്ഞുകൊണ്ടാണ്. നിങ്ങളുടെ മനസ്സ് ഒന്നായി നല്ലതിനെ അറിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ്. സംഗച്ഛധ്വം സംവദധ്വം സംഭോ മനാംസി ജാനതാം. ശ്രദ്ധിക്കുക, എന്താ ഋഷിയുടെ സങ്കല്പം? നമ്മളിത് എളുപ്പ വഴി കണ്ടു. എന്താ എളുപ്പ വഴി കണ്ടെന്നറിയോ? ക്ഷേത്രങ്ങളിലുണ്ടാവും സംവാദ സൂക്ത പുഷ്പാഞ്ജലി 50 രൂപ. ഉടനെ അവിടെ പോയി റെസീറ്റാക്കി 50 രൂപ. ഉടനെ പൂജകൻ ദൈവത്തോടാ സംഗച്ഛധ്വം സംവദധ്വം, നല്ലോണം നടന്നോട്ടാ, അങ്ങോട്ട് ദൈവത്തോടാ നീ നല്ലോണം നടന്നോട്ടോ, നിങ്ങളൊക്കെ ഒന്നിച്ച് നല്ലോണം നിന്നോളി, ഇല്ലെങ്കിൽ അപകടാ. എന്തൊരു കഷ്ടമാ ഇത്! നമ്മളോട് ഋഷി പറഞ്ഞതാ, നമ്മൾ മറന്നു.
ചില സ്വാഗതങ്ങൾ കേട്ടിട്ടില്ലേ? നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ചിദാനന്ദപുരസ്വാമി നിങ്ങളോടെല്ലാം പറഞ്ഞു തരാൻ പോണ്ട്. ഈ പറയുന്ന ആൾക്കിതൊന്നും ബാധകമല്ല എന്നുള്ള മട്ടിലാണ്. ഇത് പറഞ്ഞതല്ല, നമ്മളോട് ഋഷിമാര് പറഞ്ഞതാ. നിങ്ങൾ ഒന്നിച്ച് നല്ലതിലേക്ക് നടക്കുവിൻ. നിങ്ങൾ ഒന്നിച്ച് നല്ലതിലേക്ക് നടക്കുവിൻ. ഒന്നിച്ച് നല്ലതിലേക്ക്, ഒന്നിച്ച് നല്ലതിനെ പറയുവിൻ. ശ്രദ്ധിക്കുക. പക്ഷേ അങ്ങനെ ഒന്നിച്ച് നല്ലത് പറയുന്നത് ഏവർക്കും ഇഷ്ടാവില്ല. കാരണം ലോകത്തിൽ നിലനിൽക്കുന്ന ഏക പ്രാചീന സംസ്കാരം ഈ ഭാരതീയ സംസ്കാരം മാത്രമേ ഉള്ളൂ. ഇതുകൂടി നശിപ്പിക്കപ്പെട്ടാൽ മാത്രമേ മതങ്ങളുടെ ദൗത്യം പൂർണ്ണമാകൂ. എന്തൊക്കെ ചെയ്തു നോക്കി, ഒന്നൊന്ന് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കൂ. എത്ര ഭീകരമായ ഇൻക്വിസിഷന്റെ ചരിത്രം നമുക്കറിയാം. ഗോവ ഇൻക്വിസിഷൻ. ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടത് ഓർമ്മിക്കുക. ആയിരക്കണക്കിന്. എന്തിന്? ടിപ്പു സുൽത്താൻ മാത്രം, ഒരൊറ്റ വ്യക്തി 4 ലക്ഷം പേരെയാണ് കോഴിക്കോട് മാറ്റിയത്. ഇത് ചിദാനന്ദപുരസ്വാമി പറയുന്നതല്ല, അദ്ദേഹത്തിന്റെ സ്വന്തം കൈപ്പടയിൽ എഴുതിയ കത്തിലുള്ളതാണ്. 4 ലക്ഷം പേരെ. 60,000 സിറിയൻ ക്രിസ്ത്യാനികളെയാണ് അയാൾ ഒറ്റയ്ക്ക് കൊന്നത്. 60,000 സിറിയൻ ക്രിസ്ത്യാനികളെയാണ് ടിപ്പു സുൽത്താൻ ഒറ്റയ്ക്ക് കൊന്നത്. മറക്കരുത്. ആ ടിപ്പു ഇന്ന് മഹനീയതയുടെ, സ്വാതന്ത്ര്യ സമരത്തിന്റെ ഏറ്റവും വലിയ പടനായകനാണ്. 31 പ്രാവശ്യം കൊടവ സമൂഹത്തോട് യുദ്ധം ചെയ്ത് തോറ്റവൻ. അവസാനം പറഞ്ഞു, നമ്മൾ തമ്മിൽ പരസ്പരം പൊരുതരുത്. നമുക്കൊരു പൊതുശത്രുവുണ്ട്, അത് ബ്രിട്ടീഷുകാരനാണ്. അതുകൊണ്ട് ബ്രിട്ടീഷുകാരെ നശിപ്പിക്കാൻ വേണ്ടി നമുക്ക് ഒത്തൊരുമിക്കണം. നിങ്ങളെല്ലാവരെയും ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നു. 6000-ലധികം കൊടവ യോദ്ധാക്കളും കുടുംബവും ഈ ടിപ്പുവിന്റെ വാക്കുകളെ വിശ്വസിച്ച് കാവേരിയുടെ തീരത്തൊത്തൊരുമിച്ചു. ആ ഒത്തൊരുമിച്ച നിരായുധരായ 6000 യോദ്ധാക്കളും അവരുടെ കുടുംബവുമുണ്ട്. 50,000-ലധികം വരുമായിരിക്കാം, അറിയില്ല കൃത്യം കണക്ക്. അവരെ മുഴുവൻ അന്ധകാരത്തിന്റെ മറവില് മുറിച്ചു വീഴ്ത്തിയപ്പോ കാവേരിയുടെ ജലം രക്തമായി മാറി. മറക്കരുത്. ആ ടിപ്പുവിന്റെ പേരിന്ന് സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രത്തിൽ ആലേഖനം ചെയ്യുകയാണ്. മനുഷ്യ സ്നേഹിയായിട്ട് പറയുകയാണ്. 10 ആൾ ഒത്തൊരുമിച്ച് വിളിച്ചു പറയുമ്പോൾ അവന്റെ ശബ്ദം ശ്രദ്ധേയമാകുന്നു. പതുക്കെ പറയുന്നവൻ വേദിയിൽ നിന്ന് നിഷ്കാസിതനാകുന്നു. ചിന്തിക്കുക. ഈ സ്ഥിതിയിൽ വിഗതി മുന്നോട്ട് പോകുമ്പോൾ മനുവിന്റെ വാക്യം നമ്മൾ ഓർമ്മിച്ചേ മതിയാവൂ. കാരണം നോക്കൂ, ഭാരതത്തെ, അതിനാൽ ഉദ്ദേശിക്കപ്പെടുന്ന ഭാരതീയ സംസ്കൃതിയെ എല്ലാ പ്രകാരത്തിൽ നിന്നും, എല്ലാ ദിശകളിൽ നിന്നും ആക്രമിച്ച് ഇല്ലാതാക്കാനുള്ള പരിശ്രമം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ചരിത്രത്തിന്. എന്നിട്ടും അത് സാധിച്ചില്ലെന്ന് മാത്രമല്ല, ഇന്ന് ലോകം മുഴുവൻ ഭാരതം കൂടുതൽ കൂടുതൽ പ്രകാശപൂർണമാവുകയാണ്. ലോകം മുഴുവൻ. ഇത് കണ്ടില്ലെന്ന് നടിക്കരുത്. യോഗ, വേദാന്ത, ആയുർവേദ ശാസ്ത്രങ്ങള്, ഭാരതത്തിന്റെ സമഗ്രമായ നൃത്തം, സംഗീതം ലോകം മുഴുവൻ ഇന്ന് പ്രസരിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകം മുഴുവൻ. അതെ,
എത്രയോ ദൃഷ്ടാന്തങ്ങളുണ്ട്. അമേരിക്കയിൽ ക്രിസ്ത്യൻ ജീവിതക്രമത്തെ മാറ്റി വൈദികമായ ജീവിതക്രമത്തെ അവലംബിക്കുന്നവരുടെ എണ്ണം ഓരോ വർഷവും കൂടുകയാണ്. ഓരോ വർഷവും. ഫിലിപ്പ് ഗോൾഡ്ബർഗിന്റെ ദി അമേരിക്കൻ വേദ ഒന്ന് എടുത്ത് പഠിക്കുക. അവിടെ ഇലക്ട്രിക് ക്രിമറ്റോറിയങ്ങൾ വർദ്ധിക്കുകയാണ്. ശ്മശാനങ്ങൾ ക്രിസ്തീയ വിരുദ്ധമായ ജീവിതക്രമമാണ്, പക്ഷെ അത് വർദ്ധിക്കുന്നു. വീടുകളിൽ ഹോമം ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു. എത്രയോ പേര്. നമ്മൾ അത്ഭുതപ്പെട്ടു പോയി. പെൻസിൽവാനിയ സ്റ്റേറ്റിൽ സെയിലേഴ്സ്ബർഗിനടുത്ത് പ്രൊഫസർ ശങ്കരശാസ്ത്രി നടത്തുന്ന ഒരു വലിയൊരു ഗോശാലയുണ്ട്, ലക്ഷ്മി കൗ സാങ്ച്വറി. അദ്ദേഹം ശരിക്കും ചിദംബരത്തിനടുത്ത് ജനിച്ച് വളർന്ന ആളാണ്. പിന്നീട് 2 പോസ്റ്റ് ഗ്രാജുവേഷനും 2-3 PhD ഒക്കെ ഉള്ള ആളാണ്. ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ മാത്തമാറ്റിക്സ് പ്രൊഫസർ ആയിരുന്നു. വോളണ്ടറി റിട്ടയർമെൻ്റ് എടുത്ത് കിട്ടിയ കാശൊക്കെ കൊണ്ട് 45 ഏക്കർ കാട് മേടിച്ച് അവിടെ ഗോശാല തുടങ്ങിയിരിക്കുക, ലക്ഷ്മി കൗ സാങ്ച്വറി. നമ്മൾ ചോദിച്ചു അദ്ദേഹത്തോട്, എങ്ങനെയാണ് ഇത് നടന്നു പോകുന്നത്, എന്താ നിങ്ങളുടെ ഇൻകം? ചിലരൊക്കെ പുല്ല് കൊടുക്കാൻ വേണ്ടി പൈസ തരും സ്വാമി. അതാണോ? അതല്ല ഞങ്ങളുടെ പ്രധാന വരുമാനം. കാണിച്ചു തരാമെന്ന് പറഞ്ഞ് വിളിച്ചു കൊണ്ടുപോയി കാണിച്ചു തന്നു. ചാണകത്തിന് ഉണക്കി വരടി കൃത്യം ചതുരത്തിൽ മുറിച്ച് പാക്ക് ചെയ്തത് കുന്നുകൂട്ടി വെച്ചിരിക്കുന്നു. ഇത് വിറ്റിട്ടാണ് ഞങ്ങൾ നടത്തുന്നത് സ്ഥാപനം. ഇതെന്തിനാണ് ആൾക്കാർ വാങ്ങിച്ചു കൊണ്ടുപോകുന്നത്? ഹോമം ചെയ്യാനാണ്. നമ്മുടെ ഉള്ളിലൊരു വിഡ്ഢി ഉണ്ടല്ലോ, അയാൾ ചോദിച്ചു, ഭാരതീയരാണോ ഈ ഹോമം ചെയ്യുന്നത്? സ്വാമിക്ക് എന്തിൻ്റെ ചൂടാ? ഈ നാട്ടുകാരാ. അവർ പാത്തും പതുങ്ങിയൊക്കെ ആയിരുന്നു കുറച്ച് മുമ്പൊക്കെ ചെയ്തിരുന്നത്. പിന്നെ ഇപ്പോൾ വൈറ്റ് ഹൗസിൽ ഒബാമ തന്നെ ചെയ്തപ്പോൾ, പ്രസിഡന്റിനെ ചെയ്തപ്പോൾ നമുക്കെന്താ ചെയ്താലെന്നുള്ള മട്ടിൽ എല്ലാവരും വെളിവായി തന്നെ ഹോമം ചെയ്യാണ്. ഇത് കഥയല്ല. അദ്ദേഹം ഓരോ പേരിട്ട് വിളിക്കുമ്പോൾ ഓരോ പശു ഓടി വരും. ലക്ഷ്മി, നന്ദിനി എന്നൊക്കെ വിളിക്കുമ്പോൾ അതത് പശുക്കൾ ഓടി വരും. വല്ലാത്തൊരു കാഴ്ചയാണ്. പറഞ്ഞത് ഇതൊറ്റപ്പെട്ടൊരു സംഭവമല്ല. ലോകം മുഴുവൻ ഈ ഒരു തിരിച്ചറിവിലേക്ക് ഉയരുകയാണ്. ഇന്ന് ലോകം നേരിടുന്ന പ്രതിസന്ധികൾക്കുള്ള പരിഹാരം ഭാരതീയമായ യാജ്ഞിക വീക്ഷണമാണെന്നുള്ള തിരിച്ചറിവ് ലോകത്തിൽ വ്യാപിച്ചിട്ടുണ്ട്. മറ്റെല്ലാം ചൂഷണത്തിൻ്റെ, സ്വാർത്ഥതയുടെ സിദ്ധാന്തങ്ങളാണെന്ന് തിരിച്ചറിവ് പതുക്കെ പതുക്കെ വരുന്നുണ്ട്. മതങ്ങൾ ഒഴുക്കുന്ന രക്തപ്പുഴകളെ ലോകം കാണുന്നുണ്ട്. ഇന്നലെകളിൽ ആരംഭിച്ച പ്രത്യയ ശാസ്ത്രങ്ങൾ പലതും ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് എന്തിനെതിർത്തോ അതിൻ്റെ വക്താക്കളായി സ്വയം പരിണമിക്കുന്നത് കാണുന്നുണ്ട്. എന്താണ് രക്ഷാമാർഗം എന്നുള്ള അന്വേഷണം ഭാരതീയ ദർശനങ്ങളിലേക്ക് നീളുമ്പോൾ നമുക്ക് കർത്തവ്യമേറുന്നു. ആ കർത്തവ്യം ഈ ധർമ്മത്തെ അറിയിക്കുക എന്നുള്ള കർത്തവ്യമാണ്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഈ സംസ്കൃതിയുടെ സമഗ്രതയെ അറിയിക്കുക എന്നുള്ളതാണ്, അതിൽ നിവസിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ പ്രധാന ഘടകം കുടുംബമാണ്. നമ്മുടെ ശ്രദ്ധ ആ കുടുംബത്തിലാവട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ ദിവസവും ഒന്നിച്ചിരുന്ന് ഒരു നേരമെങ്കിലും ഭക്ഷണം കഴിക്കൂ. ദിവസവും ഒന്നിച്ചിരുന്ന് അല്പനേരമെങ്കിലും എന്തെങ്കിലും പ്രാർത്ഥിക്കുകയോ നാമം ജപിക്കുകയോ ചെയ്യൂ. ബാക്കിയൊക്കെ പോട്ടെ. വലിയ വലിയ യജ്ഞങ്ങളെക്കുറിച്ച് ഒന്നും ഇപ്പോൾ പറയുന്നില്ല. ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക ഒന്നുമില്ലെങ്കിൽ അതുപോലും ഇല്ലാതായി പോകുന്നു. ഒന്നിച്ചിരുന്ന് അല്പമെങ്കിലും നാമം ജപിക്കുക, അതുപോലും ഇല്ലാതായി പോകുന്നു. ധർമ്മശാസ്ത്രങ്ങളെ ആവുന്നത്ര അറിയിക്കുക മക്കളെ. അവരഭിമാനപൂർവ്വം വളരട്ടെ. അതെ, നമുക്ക് വളരെ ചെറിയ, വളരെ എളിയ നിലയ്ക്ക് ഒരു പ്രദർശനി മാത്രമേ ഇവിടെ ഒരുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷേ
പല വിദ്യാലയങ്ങളിൽ നിന്നും വന്ന കുട്ടികൾ അവർ നോക്കി. ചിലരൊക്കെ തമാശയായിട്ടൊക്കെ അങ്ങനെ സ്പീഡിൽ പോയതാ. ചില കുട്ടികൾ അത്ഭുത ആദരത്തോടു കൂടി പറഞ്ഞു, ഇതൊക്കെ ഞങ്ങൾ ഇപ്പം കാണുന്നത് അറിയില്ല, ഇതൊന്നും ഞങ്ങൾക്ക് അറിയാനുള്ള വഴി സ്കൂളിലില്ല, ഔപചാരിക വിദ്യാഭ്യാസ പദ്ധതിയിലില്ല. എന്തിനേറെ നമ്മുടെ അടിസ്ഥാന ഗ്രന്ഥങ്ങൾ പോലും കുട്ടികൾ കണ്ടിട്ടില്ല. ഇതെന്തൊരു വിപത്ത്! അതുകൊണ്ട് ഈ വാക്യം ധർമ്മയേവ ഹതോ ഹന്തി ധർമ്മോ രക്ഷതി രക്ഷിതഃ തസ്മാത് ധർമ്മോ നഹന്തവ്യോ മാനോ ധർമ്മോ ഹതോ വധീത് എന്ന മനുവിൻ്റെ വാക്യം എപ്പോഴും നമ്മൾ ഓർമ്മിക്കണേ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇവിടെ വിവിധ വിഷയങ്ങളിലേക്ക് നീട്ടിപ്പറഞ്ഞാൽ ഒരുപാട് മണിക്കൂറുകൾ നീണ്ടുപോകും. അതിലർത്ഥമില്ല. എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ, അറിയുന്നതാണെങ്കിൽ പറയും. എന്താ ഇത് കുറേ ഉണ്ടല്ലോ ഭഗവാന്, ഇത് കുറേ ഉണ്ട്. ഇവിടെ സംശയങ്ങൾ ചോദിച്ചാൽ അറിയുന്നതാണെങ്കിൽ പറയാമെന്ന് പറഞ്ഞു. ഇവിടെ ഒരുപാട് സംശയങ്ങളുണ്ട്. അറിയുന്നതാണെങ്കിലും പറയാൻ സമയം അനുവദിക്കില്ല. അതുകൊണ്ട് സമയത്തിൻ്റെ പരിധിക്കുള്ളിൽ അല്പം പറയാം. നമ്മൾ പിരിയേണ്ട സമയത്ത് തന്നെ പിരിയണം. അതുകൊണ്ട് അപ്പം എത്തുമ്പോൾ അവിടെ നിർത്തും. പക്ഷേ ഇപ്പം പരിഷത്തിൻ്റെ കാര്യം കുറച്ച് സംശയത്തിലാണ്. ആ സംശയം നീങ്ങണമെങ്കിൽ എല്ലാവരും ഒന്ന് മനസ്സ് വെക്കണം. എന്ന് വെച്ചാൽ അത്രയും സാമ്പത്തികമായി നമ്മൾ ഇപ്പോൾ രണ്ടറ്റവും ഒക്കാത്ത അവസ്ഥയിലാണുള്ളത്. ഇന്ന് കഴിഞ്ഞ് എല്ലാവരും പോവും. പിന്നെ ഏതാനും കുറച്ച് പ്രവർത്തകർ മാത്രമാവും. അവരിനി പരിഷത്ത് വേണ്ടെന്നും അങ്ങ് നിശ്ചയിക്കും. നിശ്ചയിച്ചാൽ കുഴപ്പമില്ല. പക്ഷേ അവർക്കൊരു ബാധ്യത വരുത്താമോ? വലിയ ബാധ്യത വരും. ചെറിയ ബാധ്യതയല്ല. എന്നാൽ നമ്മളെല്ലാവരും ഒത്തുപിടിക്കുമ്പോൾ അത് അത്ര വലിയ ബാധ്യതയാവില്ല. കൃത്യം കണക്ക് എനിക്കിന്ന് പറയാൻ അറിയില്ല. എങ്കിലും മനസ്സിലാക്കിയെടുത്തോളം ഏതാനും ലക്ഷങ്ങളുടെ ന്യൂനതയുണ്ട്. മനസ്സിലാക്കിയെടുത്തോളം ചുരുങ്ങിയതൊരു 2-3 ലക്ഷം രൂപയുടെ ന്യൂനതയുണ്ട്. അതും തീർത്തും സൗജന്യമായി ഈ സൗകര്യങ്ങൾ മുഴുവൻ ശ്രീകണ്ഠേശ്വര ക്ഷേത്രയോഗം സനാതനധർമ്മ പരിഷത്തിന് തന്നിരിക്കുകയാണ്. അത് വലിയ ത്യാഗമാണ് അവർ ചെയ്തിട്ടുള്ളത്. അതെ, കാരണം ഈ പരിഷത്ത് ഭംഗിയായി നടക്കണം, ഇത് നമ്മുടെ ധർമ്മത്തിൻ്റെ കാര്യമാണ് എന്ന തിരിച്ചറിവ് കൊണ്ട് വലിയ ഒരു പ്രധാനമാണ് ശ്രീകണ്ഠേശ്വര ക്ഷേത്രയോഗം ഇതിലേക്ക് ചെയ്തിട്ടുള്ളത്. ഈ സൗകര്യങ്ങളൊക്കെ അവർ നമുക്ക് വിട്ടു തന്നിരിക്കുകയാണ്. പക്ഷേ എങ്കിലും എക്സിബിഷൻ്റെ കാര്യത്തിലായാലും ഈ പറയുന്നത് അവിടെ കേൾക്കുക, കാണുക, ഇതൊക്കെ വേണമല്ലോ. പിന്നെ മാമ ഉണ്ണണ്ടേ. പിന്നെ പല ഭാഗത്തുനിന്ന് ഏറ്റവും പ്രഗത്ഭന്മാരെയാണ് നമ്മൾ ക്ഷണിച്ചു കൊണ്ടുവന്നിട്ടുള്ളത്. ഏറ്റവും പ്രഗത്ഭന്മാരെയാണ്. സെമിനാറുകളിലൊക്കെ പങ്കെടുത്തത് അന്താരാഷ്ട്ര പ്രസിദ്ധിയുള്ള വിദ്വാൻമാരാണ്. അപ്പോൾ അതൊക്കെ ചെലവേറിയ പരിപാടികളാണല്ലോ. അതുകൊണ്ട് എല്ലാവരും അതൊക്കെ ഒന്ന് മനസ്സിലാക്കി അവനവനാൽ കഴിയുന്നതിൻ്റെ പരമാവധി ഇത് മുന്നോട്ട് വേണം എന്നുണ്ടെങ്കിൽ നൽകണം. ഇത് പറയുമ്പോൾ ഒരു വിഷയം ധൈര്യമായിട്ട് പറയുന്നു. ഇങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ലാത്ത രീതിയിൽ കൈകാര്യം ചെയ്യാൻ ഇന്നത്തെ നിലയ്ക്ക് നമുക്ക് സാധിക്കുമായിരുന്നു. ഒരു 7 പേരോട് ഓരോ ദിവസം സ്പോൺസർ ചെയ്യണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും സ്പോൺസർ ചെയ്യും. ഇപ്പം ഇതിനുള്ളിലുള്ളവർ തന്നെ അത്തരക്കാരുണ്ട്, നമുക്കറിയാം. ഇപ്പോൾ ഇറങ്ങി ചേർന്നിട്ട് അല്ലെങ്കിൽ ഒന്ന് നിങ്ങളൊരു ദിവസം സ്പോൺസർ ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞാൽ സന്തോഷമായിട്ട് ചെയ്യും. ഉപദ്രവം സ്വാമീനെ കൊണ്ട് രക്ഷയില്ലല്ലോ എന്ന് ചിലപ്പോൾ ചിലർക്ക് തോന്നിയാലും ചെയ്യും, ഉറപ്പാ. പക്ഷേ അങ്ങനെയാവുമ്പോൾ ഇത് നമ്മുടെ പരിപാടിയാവില്ല. ഇവിടെ ഒരു വ്യത്യാസം ആരോടും കൽപ്പിക്കാത്ത രീതിയിൽ പെരുമാറാൻ സാധിക്കുന്നത് അങ്ങനെ ഇല്ലാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഒരു ദിവസം ഒരാൾ സ്പോൺസർ ചെയ്ത് വെച്ചാൽ വരൂ ഇരിക്കൂ കേട്ടോ എന്നൊക്കെ അയാളുടെ പ്രത്യേകം ഒന്ന് പറയണ്ടേ. അതൊന്നും ഇല്ലാതെ നാം എല്ലാം ഒന്നെന്ന രൂപത്തിൽ സാധിക്കുന്നത് അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ്.
അതുകൊണ്ട് എല്ലാവരും ഒന്ന് അന്വേഷിക്കുക, എന്നിട്ട് തനിക്ക് എന്ത് സാധിക്കും അത് കൊടുക്കുക. എന്നാലേ സംശയ നിവാരണം ശരിയാവും. ഇല്ലെങ്കിൽ പരിഷത്തിൻ്റെ കാര്യം കുറച്ച് സംശയത്തിലാണ്. അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നമ്മൾ തമ്മിൽ ഒരകലോ ഇല്ല. ഇതാരുടെയും കുടുംബ വകയിലേക്കൊന്നും പറയുന്നതല്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് പറയാം. അതുകൊണ്ടാണ് പറയുന്നത്. ബഹുമാനപ്പെട്ട ശ്രീ ചിദാനന്ദപുരി സ്വാമി അവരുടെ സമക്ഷത്തിങ്കലേക്ക് എനിക്ക് അറിയുവാനുള്ള കാര്യം താഴെ എഴുതുന്നു. കേദാർ എന്ന സ്ഥലത്തിനെ പറ്റിയുള്ള വിശദമായ വിവരം അറിയുവാൻ ആഗ്രഹിക്കുന്നു. അതിനെക്കുറിച്ചുള്ള സംശയ നിവാരണം പ്രതീക്ഷിച്ചുകൊണ്ട് താഴ്മയിൽ ശേഷം കാഴ്ചയിൽ കേദാരപ്പം ഇല്ലാണ്ടായി, വയലാണ്. മണ്ണിട്ട് തൂർത്ത് നമ്മൾ അവിടെയൊക്കെ കെട്ടിടങ്ങൾ വെച്ചു. കേദാരം ശരിക്ക് വയലാ. ഇനി ഇവിടെ ഉദ്ദേശിച്ചത് കേദാർനാഥ് ആവും എന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെയും കേദാരങ്ങളുണ്ട്. ഹിമാലയത്തിൽ പല കേദാരങ്ങളുണ്ട്. അതിൽ കേദാരനാഥം എന്ന് നമ്മൾ പറയുന്നത് ജ്യോതിർലിംഗങ്ങളിൽ ഒന്നായ കേദാരനാഥമാണ്. ഹിമാലയത്തിൽ മന്ദാകിനിയുടെ തീരത്ത് നരനാരായണ പർവ്വതത്തിൻ്റെ വശത്തായി നിലകൊള്ളുന്ന ശിവക്ഷേത്രം പോരാ, ജ്യോതിർലിംഗ ശിവക്ഷേത്രം. ഹിമാലയേതു കേദാരം എന്ന് ദ്വാദശ ജ്യോതിർലിംഗ സ്തോത്രത്തിൽ പറയുന്നത് ശ്രദ്ധിക്കുക. അവിടെ ഒരു മഹാത്ഭുതം നടന്നു. നമുക്കറിയാം, മേഘവിസ്ഫോടനം എന്ന് പറയുന്ന അത്ഭുതകരമായ പ്രതിഭാസം ഹിമാലയത്തിൽ സംഭവിച്ചപ്പോൾ ഒന്നായി വലിയ വലിയ മേഘപടലങ്ങൾ പൊട്ടി താഴെ വീണ് വലിയ ജലരാശിയായ അത് രൂപം കൊണ്ട് ആ പ്രദേശത്തുള്ള മുഴുവൻ കെട്ടിടങ്ങളും തുടച്ച് നീക്കപ്പെട്ടപ്പോൾ, വലിയ കമ്പിയും കോൺക്രീറ്റും അതും ഇതും കൊണ്ടുണ്ടാക്കിയ മുഴുവൻ കെട്ടിടം ഒലിച്ച് ഗംഗയിൽ പോയപ്പോൾ ഒരു കേടും കൂടാതെ ആ ക്ഷേത്രം അതേപടി, ആ ജ്യോതിർലിംഗം അതേപടി ജ്യോതി സ്വരൂപത്തിൽ നിലനിൽക്കുക. അത്ഭുതം ഈ അടുത്ത് നമ്മൾ കണ്ടു. ഏതായാലും അത് ജ്യോതിർലിംഗങ്ങളിൽ ഒന്നാണ് എന്ന് മാത്രം പറയട്ടെ. ഇതൊരു രസകരമായൊരു സംശയമുണ്ട്. മദ്രസയിൽ എന്താണ് പഠിപ്പിക്കപ്പെടുന്നതെന്ന് വിവരാവകാശ നിയമം അനുസരിച്ച് അറിയാൻ സാധിക്കുമോ? ഇതിനെന്തിനാ ഇപ്പൊ വിവരാവകാശ നിയമമൊക്കെ? അതിൻ്റെ ആവശ്യമില്ല. ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ, അറബി ഭാഷ പഠിക്കുന്നത് നല്ലതാണ്. പിന്നെ ഖുറാനും ഹദീസുകളും പഠിക്കുന്നു. പിന്നെ ഉയർന്ന ക്ലാസ്സുകളിലേക്ക് എത്തും തോറും അതിൻ്റെ ഉപരിഗ്രന്ഥങ്ങൾ പലതും പഠിക്കുന്നു. മറ്റ് വിദ്വാൻമാരുടെ വ്യാഖ്യാന രൂപങ്ങളായ ഗ്രന്ഥങ്ങൾ. എങ്കിലും ഇസ്ലാമിൻ്റെ അടിസ്ഥാനമായ ഖുർആനും ഹദീസുകളുമാണ് പ്രായേണ മദ്രസകളിൽ പഠിക്കുന്നത്. ഇതിന് വിവരാവകാശമൊന്നും ആവശ്യമില്ല. രാഷ്ട്ര മഹത്വവും രാഷ്ട്രധർമ്മവും എന്ത് എന്ന് അവിടെ പഠിപ്പിക്കപ്പെടുന്നതായി തോന്നുന്നില്ല. അത് പഠിപ്പിക്കാനല്ലല്ലോ അത്. രാഷ്ട്രമഹത്വം പഠിപ്പിക്കാനാ മദ്രസ? ആരാ പറഞ്ഞങ്ങനെ? അതുകൊണ്ട് തന്നെയാ രസകരം എന്ന് പറഞ്ഞ കണ്ണങ്ങ് എത്തിപ്പോയി. അതുകൊണ്ടാ രസകരം എന്ന് പറഞ്ഞത്. കാരണം പഠിച്ചിറങ്ങുന്ന ഭൂരിഭാഗം കുട്ടികളിലും ഇതര മതസ്ഥരോട് ഒരുതരം അസഹിഷ്ണുതയാണ് കാണുന്നത്. അർഹരായ അധ്യാപകരും ധർമ്മത്തിലൂന്നിയുള്ള പഠനമില്ലായ്മയുമല്ല ഇതിന് കാരണം. ഇത് മാറ്റാത്തിടത്തോളം കാലം മതഭീകരവാദികളും രാഷ്ട്രവിധ്വംസക പ്രവർത്തകരും സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കില്ലേ? എന്താണ് പരിഹാരം? ഇവിടെ ഇപ്പം ഇതിനെക്കുറിച്ച് പരിഹാരം ചിദാനന്ദപുരി സ്വാമി ഇവിടുന്ന് ഈ സഭയിലിരുന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അപ്രായോഗികമാണ്. എന്നാൽ പ്രായോഗികമായൊന്ന് പറഞ്ഞാൽ ചെയ്യാൻ എത്ര പേര് തയ്യാറുണ്ട്? അതായത് വയസ്സായവരൊന്നും കൈപൊക്കണ്ട. ചെറുപ്പക്കാർ അറബി പഠിക്കുക, സ്കൂളിൽ അറബി പഠിക്കുക, അറബി കോളേജിൽ പഠിക്കുക,
അറബിയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ എടുക്കുക, അറബി കോളേജുകളിൽ ലെക്ചറർ ആവുക. എത്ര പേര് തയ്യാറുണ്ട്? ചെയ്യുക, അതിന് ശ്രമിക്കുക. കാരണം മദ്രസയിൽ കയറി കൂടാൻ മതവ്യവസ്ഥയ്ക്കുള്ളിലുള്ളവർക്കേ സാധിക്കൂ. എന്നാൽ UGCയുടെ ഗ്രാൻഡ് വാങ്ങുന്ന യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്യപ്പെട്ട അറബി കോളേജുകളിൽ ആർക്കും അധ്യാപകരാവാം. എന്തുകൊണ്ട് സ്വാമി സ്കൂൾ പറഞ്ഞില്ല? സ്കൂളുകളിലെ അറബി പഠനം കൊണ്ടല്ല ജനങ്ങൾ ഭീകരവാദികളാവുന്നത്. അതിൻ്റെ പ്രധാന കേന്ദ്രം അറബി കോളേജുകളാണ്. ഗവൺമെൻറ്റിൻ്റെ സാധാരണ സമൂഹത്തിൻ്റെ പൈസ പറ്റിക്കൊണ്ടുള്ള സ്ഥാപനങ്ങളിലാണ്. അവിടെ എല്ലാവർക്കും അധ്യാപകരാവാലോ. ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും അവിടെ അധ്യാപകരായിട്ട് കയറിക്കഴിഞ്ഞാൽ വലിയൊരളവോളം ഭീകരതയെ നമുക്ക് അവിടെ ഇല്ലാതാക്കാൻ കഴിയും. അപ്പോൾ വെറുതെ പ്രസംഗിച്ചുകൊണ്ട് കാര്യമില്ല, പ്രായോഗിക പദ്ധതികൾ വേണം. അതുകൊണ്ട് ക്രിസ്ത്യാനികളും ഹിന്ദുക്കളുമായവർ പരമാവധി അറബി കോളേജുകളിൽ ലെക്ചറർമാർ, പ്രൊഫസർമാരാവാൻ ശ്രമിക്കുക. പ്രായോഗിക പദ്ധതിയാണ്, സാധിക്കുകയും ചെയ്യും. അപ്പോഴേ ഉള്ളുകളിയൊക്കെ മനസ്സിലാവും, മദ്രസ എങ്ങനെ പോട്ടേന്നേ, മദ്രസ കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ഇവിടെ കുറേ പ്രശ്നങ്ങളുണ്ട്. ശരി. It is seen Einstein told about Bhagavad Gita, but in his biography nothing is mentioned about Bhagavad Gita. How to confirm the authority of his sayings? See what Einstein told about Bhagavad Gita. We cannot learn it from his biographies. His biographies are meant to describe what his life was. Go to his writings, go to his articles, then it is clear there. It is clearly written by Einstein, and from his writings we can see how he was respecting Bhagavad Gita. That we can learn from his writings, not from his biographies. Biographies are written by others about his living, his life. So go and read his writings. Then we will clearly see what he wrote about Bhagavad Gita and also Upanishads. Not only about Bhagavad Gita, but about Upanishads also. He wrote a lot. Now, there are many side effects for Ayurveda. How can we prevent this? See, if there is effect, there will be side effect also. It is quite natural. If there is some effect, there will be side effects. It is quite natural. Then what is the way out? See, for every system, whether it is Ayurveda or allopathy or homeopathy, for all systems, for every system, those systems must be handled by competent authorities. See, one person is consuming some chemical drugs or antibiotics without the advice of a doctor. What will happen? They are going and studying. Without any studies, a layman is prescribing some medicines. What will happen? The same case is with Ayurveda. So you have to learn the science. Go deep into Samhitas and have some practical knowledge under a competent guru. Just putting some degrees, titles, BA, MS, MD and so on after your name, it won't do. Go deep into the Shastra, into Samhitas. And that too you have to learn
under a guru. That is the system. Then only you will know various properties of medicines. That is the way out. There is no other way. പതഞ്ജലി മഹർഷിയുടെ ജന്മസ്ഥലവും സമാധിസ്ഥലവും ഏതാണെന്നറിയാൻ താല്പര്യപ്പെടുന്നു. അറിയില്ല. പതഞ്ജലിയുടെ ജന്മവും എൻ്റെ ഹൃദയത്തിലാണ്, പതഞ്ജലിയുടെ സമാധിയും എൻ്റെ ഹൃദയത്തിലാണ്. അതിൽ കൂടുതലൊന്നും ചിദാനന്ദപുരി സ്വാമിക്ക് അറിയില്ല. കാരണം ചിലർ പറയുന്നു ഭാരതത്തിൽ പഞ്ചാബ് പ്രാന്തത്തിലാണ് പതഞ്ജലി ജനിച്ചതും പ്രവർത്തിച്ചതും. വേറെ ചിലർ പറയുന്നു അല്ല, ഇങ്ങ് തമിഴ്നാട് പ്രദേശത്താണ് പതഞ്ജലി ജനിച്ചതും പ്രവർത്തിച്ചതും. പലതരത്തിലുള്ള അഭിപ്രായ ഭേദങ്ങളുണ്ട്. നമ്മുടെ ഋഷീശ്വരന്മാർ ലോകത്തോട് എന്ത് പറയാൻ ഇച്ഛിച്ചോ അത് പറഞ്ഞങ്ങ് പോയി. അവരെ കുറിച്ച് പറഞ്ഞില്ല. അവർ ലോകത്തിന് നൽകാനുള്ള സന്ദേശം നൽകി, അവരങ്ങ് പോയി. അവരെ കുറിച്ചൊന്നും പറഞ്ഞില്ല. അതുകൊണ്ട് ഈ അടുത്ത കാലത്ത് ജീവിച്ച മഹാപുരുഷന്മാരെ കുറിച്ച് പോലും വ്യക്തമായ ജീവചരിത്രങ്ങൾ നമുക്ക് ലഭ്യമല്ലാത്ത അവസ്ഥാവിശേഷമാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഊഹാപോഹങ്ങൾ, അതിശയോക്തിപരങ്ങളായ വർണ്ണനകൾ ഒക്കെ പ്രചരിക്കും. അതുകൊണ്ട് ഏറ്റവും നല്ല ഭാഷ ഇതാണ്. എനിക്കറിയില്ല. പക്ഷെ ഒന്ന് എനിക്കറിയാം, ഞാൻ പതഞ്ജലി മഹർഷിയുടെ യോഗസൂത്രം പഠിക്കുമ്പോൾ അല്ലെങ്കിൽ വ്യാകരണ ഭാഷ്യം പഠിക്കുമ്പോൾ പതഞ്ജലി എൻ്റെ ഹൃദയത്തിലാണ്. ആ പതഞ്ജലിയെ എൻ്റെ ഹൃദയത്തിലേക്ക് ആവാഹിച്ചിട്ടാണ് ഞാൻ വ്യാകരണ ഭാഷ്യം പഠിപ്പിക്കുന്നത്, യോഗസൂത്രം പഠിപ്പിക്കുന്നത്. ചില ആചാര്യന്മാരുടെ അഭിപ്രായം സ്വീകരിച്ചാൽ ചരകസംഹിത പഠിപ്പിക്കുന്നത്. അതെന്തിനാ ചരകസംഹിത ഇവിടെ കൊണ്ടുവന്നത്? പതഞ്ജലിയും ചരകനും ഒന്നാണെന്ന് വലിയ വിഭാഗം ആചാര്യന്മാർക്ക് അഭിപ്രായമുണ്ട്. അതാണ് ഒരു ധ്യാന ശ്ലോകത്തില് യോഗേന ചിത്തസ്യ പദേന വാചാം മലം ശരീരസ്യ ച വൈദ്യകേന എന്ന് പറഞ്ഞുകൊണ്ട് പതഞ്ജലിയെ നമിക്കുന്നത്. ബാക്കിയൊന്നും അറിയില്ല. അതിൻ്റെ അനുബന്ധം എന്നോണാണ് ചിദംബരം, രാമേശ്വരം എന്നീ പുണ്യസ്ഥലങ്ങളുമായി പതഞ്ജലി മഹർഷിക്കുള്ള ബന്ധം അറിയുവാൻ ആഗ്രഹിക്കുന്നു. ചിദംബരം ക്ഷേത്രത്തിൽ പതഞ്ജലി ഉപാസിച്ചിരുന്നെന്നും ആ ചിദംബരത്തിലെ നടരാജമൂർത്തിയുടെ അനുഗ്രഹം സിദ്ധിച്ചിട്ടാണ് പതഞ്ജലി മഹാഭാഷ്യരചനയ്ക്ക് സമർത്ഥനായതെന്നും ഒക്കെ ഐതിഹ്യങ്ങളുണ്ട്. അതിൽ കവിഞ്ഞു പറയാൻ നമുക്ക് കഴിയില്ല. അടുത്തൊരു സംശയം, ഹൗ ടു സ്റ്റഡി വേദാസ് ഈസിലി? ദർ ഇസ് നോ ഈസി വേ. There is no easy way to learn, study Vedas. There is a proper way, there is a methodology. Through that we have to go. The first step is approach a guru. Then he will lead. The first instant he will not give you Veda. So many steps are there. We have to go through that. Upanayana is there. Then he will take us to the study of Sanskrit language. Without language, you cannot enter into Veda. Then simultaneously some sort of upasanas, practices. Through that you have to sharpen your intellect. And slowly, Guru will lead us into the heart of Vedas. That is the proper way. Don't go for easy ways. Because
There are so many teachers like Kalanemi. They will teach Veda through easy methods. Come, come, come. Here is Veda, you can take it. But don't forget to give me money. There one Hanuman should reach. That will be the end of Kalanemi. So don't go for easy ways. Always travel through proper ways. According to Vedas, how a present man should live. How a present man should live. What's the meaning of that question? I cannot understand. Because always we are at present. But once we utter a word, it has gone. So it is past. See? A minutest point of time, that is present. Gone is gone. Future is yet to come. So always, there is only one prescription. You have to live a life of dharma. It was so thousands and thousands of years ago. It is so now, and it will be so in the future. Human being must follow the life of dharma, righteousness. യോഗ പ്രീ വേദിക് ആണെന്ന് വായിച്ചിട്ടുണ്ട്. വേദങ്ങൾക്ക് മുമ്പ് യോഗവും താന്ത്രിക വിദ്യയും ഭാരതത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നറിഞ്ഞു. വിശദീകരിക്കാമോ? പ്രീ വേദിക്, പോസ്റ്റ് വേദിക്, എന്താ ഇപ്പം ഇതിൻ്റെയൊക്കെ അർത്ഥം? എത്ര ആലോചിച്ചിട്ടും നമുക്ക് മനസ്സിലാവാത്തൊരു വിഷയമാണ്. പ്രീ വേദിക് എന്ന് പറയണമെങ്കിൽ ഏതാപ്പോൾ വേദിക്? ഇതൊക്കെ നമ്മെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി സായിപ്പന്മാരുണ്ടാക്കി വെച്ച ചില പരിപാടികളാണ്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇവിടെ വേദം ചൊല്ലുന്നു, വേദം ചൊല്ലപ്പെടുന്നു, ഇത് വേദിക് പീരീഡ് അല്ലേ? വേദകാലം നശിക്കുന്നില്ല, എല്ലാ കാലവും വേദകാലമാ. പിന്നെ ഏതാ പ്രീ വേദിക്? മറ്റേത് പ്രീ ക്രിസ്ത്യൻ, പ്രീ മുഹമ്മദിയൻ എന്നൊക്കെ പറയുന്നത് പോലെ പ്രീ വേദിക് എന്ന് പറയാൻ ഒക്കില്ല. കാരണം അസ്യ മഹതോ ഭൂതസ്യ നിശ്വസിതമേതത് യദ് ഋഗ്വേദോ യജുർവേദ സാമവേദോ ധർമ്മവേദ. ഈശ്വരനിൽ നിന്ന് നിശ്വാസ സമാനം പുറമേക്ക് ബഹിർഗമിച്ചതാണ് വേദം. അതിന് കാലമില്ല, അതെല്ലാ കാലം ഉള്ളതാ. പിന്നെ പ്രീ, ഇതാ നോക്കൂ, നല്ലോണം വിതച്ചു, നല്ലോണം കൊയ്തു. അങ്ങനെ യൂറോപ്പ് ഏകദേശം കൊയ്തു. പിന്നെ അമേരിക്കൻ രാജ്യങ്ങളിലും കൊയ്ത്ത് കേമമായിരുന്നു. പക്ഷേ വിതച്ചിട്ടും വിതച്ചിട്ടും മേനി കുറവാ. ഭാരതത്തിൽ വന്നപ്പോ വിതച്ചിട്ടും വിതച്ചിട്ടും മേനി കുറവാ. ഭാരതത്തിൽ വന്നപ്പോ കച്ചവടം നല്ലോണം ചെയ്യാൻ സാധിച്ചു. ധാതുക്കൾ മുഴുവൻ കൊള്ളയടിച്ചു, സ്വർണം കൊള്ളയടിച്ചു, ഒക്കെ സാധിച്ചു. പക്ഷെ മറ്റു രാജ്യങ്ങളിലുള്ളതുപോലെ മതത്തിന്റെ കൊയ്ത്ത് അത്ര വിജയിച്ചില്ല. കാരണം ദശകങ്ങളെ കൊണ്ടാണ് 100% മാറ്റാൻ സാധിച്ചത് യൂറോപ്പിലും അമേരിക്കയിലുമൊക്കെ. ഇതെന്ത് കാരണം? അപ്പോഴാണ് മനസ്സിലാവുന്നത് സ്വയം പരിഷ്കരണത്തിനുള്ള ചില വ്യവസ്ഥകൾ സനാതനധർമ്മത്തിലുണ്ട്. അനാചാരങ്ങളെയും ദുരാചാരങ്ങളെയും ഇല്ലാതാക്കി ധർമ്മ സംരക്ഷണം ചെയ്യാനുള്ള ചില വ്യവസ്ഥകൾ സനാതനധർമ്മത്തിനുള്ളിലുണ്ട്. എന്നാ പിന്നെ
അതിനെ ഇല്ലാതാക്കാൻ എന്താ വഴി? ഘട്ടം ഘട്ടമായി പരിശോധിക്കാം. ഒന്നാം പരിശോധന ചെയ്തു. രാജാറാം മോഹൻ റോയിയെ മതം മാറ്റാൻ വേണ്ടി പ്രഗത്ഭനായ പാതിരിയെ പറഞ്ഞയച്ചു. രാജാറാം മോഹൻ റോയിയുടെ വ്യക്തിപ്രഭാവത്തിൽപ്പെട്ട് പാതിരി ഹിന്ദുവായി. കഥയല്ല. ഇനി എന്ത് വഴി ആലോചിച്ചു. കൂലങ്കഷമായി ചിന്തിക്കുക എന്നൊക്കെ പറയില്ലേ, അതിൻ്റെ അപ്പുറത്ത് വല്ലതും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. അവസാനം ഒരു തീരുമാനത്തിലെത്തി. വഴി അന്വേഷിച്ചേ മതിയാവൂ. വലിയൊരു കോടീശ്വരനുണ്ടായിരുന്നു, വലിയ കോടീശ്വരൻ, ബോർഡൻ, ലോഡ് പദവിയുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ മുഴുവൻ സമ്പത്തും അദ്ദേഹം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിക്ക് കൊടുത്തു. വഴി കണ്ടെത്തു. അങ്ങനെ ബോർഡൻ ചെയർ സ്ഥാപിച്ചു യൂണിവേഴ്സിറ്റിയിൽ, ഓക്സ്ഫോർഡിലോ. അവരൊരു ശുപാർശ ഗവൺമെന്റിന് മുമ്പാകെ വെച്ചു, ബ്രിട്ടീഷ് ഗവൺമെന്റിന്. ഇതൊന്നും കഥയല്ല, എഴുതിയെടുക്കാമാണെങ്കിൽ. എന്താ ശുപാർശ? മറ്റ് പ്രദേശങ്ങളിൽ നടന്നതുപോലെ അനായാസേന മതം മാറ്റം ഭാരതത്തിൽ നടക്കാത്തതിൻ്റെ കാരണം ഭാരതത്തിൽ വേരോടിയിരിക്കുന്ന വേദബോധമാണ്. അതുകൊണ്ട് ഭാരതത്തെ മതം മാറ്റണമെങ്കിൽ ആദ്യം വേണ്ടത് വേദത്തെ തെറ്റിദ്ധരിപ്പിക്കണം. അത് സാധിക്കണമെങ്കിൽ അതിനുള്ള ടെക്സ്റ്റ് നമുക്ക് വേണം. സ്കീം അപ്രൂവ് ചെയ്യപ്പെട്ടു. 100% അതിനുള്ള സ്പോൺസർഷിപ്പ് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏറ്റെടുത്തു. ഏറ്റെടുക്കുന്നതിന് എന്താ കുഴപ്പം? കോളനികളിൽ നിന്നുള്ള പൈസ അല്ലേ ഇഷ്ടം പോലെ. ഇവിടുന്നുള്ള പൈസ തന്നെ മതി അതിന്, വേറെ ഒന്നും വേണ്ട. അങ്ങനെയാണ് മാക്സ് മുള്ളർ നിയോഗിക്കപ്പെട്ടത്. അദ്ദേഹം അമ്മയ്ക്ക് എഴുതി, ഞാൻ എൻ്റെ ദൗത്യം നിർവഹിക്കും, അമ്മയുടെ അനുഗ്രഹം എനിക്ക് എപ്പോഴും വേണം. ബോർഡൻ ചെയറിൻ്റെ രണ്ടാമത്തെ പ്രൊഫസർ ഡീനായിരുന്ന സർ മോണിയർ വില്യംസ് മോണിയർ എഴുതി, നമ്മുടെ ദൗത്യം മുന്നോട്ട് വിജയകരമായി നീങ്ങുകയാണ്. ആകാരം കൊണ്ട് ഭാരതീയരും ആശയം കൊണ്ട് അഭാരതീയരുമായവരെ സൃഷ്ടിക്കുന്നതിലും തദ്വാര പൂർണ്ണമായി ഇവാഞ്ചലൈസ് ചെയ്യുന്നതിലും നമ്മൾ വിജയിക്കാൻ പോവുകയാണെന്ന്. ഇവൻ പല ടെക്നിക്കും കണ്ടുപിടിച്ചു. അതിലൊന്നാണ് വേദിക് പീരിയഡ്. അപ്പൊ പ്രീ, പോസ്റ്റ്, അല്ലാണ്ടെന്ത്. എന്നിട്ട് തർക്കം അടിയ. ഇന്ന ഗ്രന്ഥം ഇത്ര കാലായി, അപ്പൊ മറ്റോ ഇന്ന ഗ്രന്ഥം ഇന്ന ലക്ഷണം അനുസരിച്ച് ഇത്ര കാലായി. തല്ല് തീരുന്നില്ല. നമുക്കൊന്നേയുള്ളൂ, വേദത്തിന് കാലം നിർണയിക്കുക അസാധ്യമാണ്. വരമൊഴിയാക്കപ്പെട്ടതിന് കാലം നിർണയിച്ചുകൊള്ളൂ. വാമൊഴിയായി വേദം എക്കാലം മുതൽ പ്രചരിച്ചു ആർക്കും പറയാൻ കഴിയില്ല. നേരത്തെ പറഞ്ഞ വേദവ്യാഖ്യാനത്തിന്റെ പിന്തുടർച്ചയാണ് ഈ ആര്യൻ തുടങ്ങിയ പദങ്ങളെയൊക്കെ ദുർവ്യാഖ്യാനം ചെയ്തതെന്നും മറക്കരുത്. യോഗാസനങ്ങൾ ചെയ്യാതെ ധ്യാനത്തിലേക്കും സമാധിയിലേക്കും എത്താൻ സാധിക്കുമോ? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര ധാരണകളുടെ വഴിയല്ല. അല്ലാണ്ട് ധ്യാനത്തിലെത്താം. നല്ല നാമം ജപിച്ചാൽ ധ്യാനത്തിലെത്താം. നല്ല മന്ത്രം ജപിച്ചാൽ ധ്യാനത്തിലെത്താം. സത്കർമാചരണങ്ങൾ ചെയ്താൽ ധ്യാനത്തിലെത്താം. അല്ലാണ്ട് യമോ നിയമോ ആസനവും പ്രാണായാമവും ഒക്കെ എല്ലാവർക്കും വേണമെന്ന് നിയമമില്ല. വേണ്ടവർക്ക് വേണം, വേണ്ടാത്തവർക്ക് വേണ്ട. ഇതിപ്പോ ഒരു വഴിയല്ലേ, ഇഷ്ടം പോലെ പറഞ്ഞു തന്നിട്ടുണ്ട് ആചാര്യന്മാര്. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്നിവ എഴുതിയത് വൈദിക സംസ്കൃത ഭാഷയിലാണെന്ന് പറയുന്നു. ഈ വൈദിക സംസ്കൃത ഭാഷയുടെ അക്ഷരങ്ങൾ പറഞ്ഞു തരിക. വൈദിക സംസ്കൃതത്തിൻ്റെയും ലൗകിക സംസ്കൃതത്തിൻ്റെയും അക്ഷരങ്ങൾ ഒന്നാണോ? ദേവനാഗരി രൂപപ്പെട്ട ശേഷം ഒന്ന് തന്നെയാണ്. ദേവനാഗരി രൂപപ്പെടുന്നതിന് മുമ്പുള്ള ലിപി നമുക്ക് പറയാൻ അറിയില്ല. പക്ഷെ ദേവനാഗരിയിലാണെങ്കിൽ പോലും വൈദിക സംസ്കൃതം ലൗകിക സംസ്കൃത വ്യാകരണവുമായി ഭിന്നമാണ്.
അതുകൊണ്ട് ലൗകിക സംസ്കൃത വ്യാകരണം പഠിച്ചിട്ട് വേദ പഠനത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല. വ്യാകരണം ഭിന്നമാണ്, ലിപി ഒന്ന് തന്നെയാണ്. എന്നാൽ ഈ ദേവനാഗരി ലിപി രൂപപ്പെടുന്നതിന് മുമ്പ് മറ്റു ചില ലിപികൾ ഉണ്ടായിരുന്നെന്നും ആ ലിപികളിലായിരുന്നു ഗ്രന്ഥരചനകളെന്നും പറയപ്പെട്ടിട്ടുണ്ട്. അത് കേവലം വൈദികം മാത്രമാവാൻ ഇടയില്ല. അക്കാലത്തെ ലൗകികവും അങ്ങനെ തന്നെ ആയിരിക്കും. ഏതായാലും സഹസ്രാബ്ദങ്ങളായി ദേവനാഗരി ലിപിയാണ് വേദത്തിനും ലോകത്തിലും ഉപയോഗിക്കപ്പെടുന്നത്. പിന്നെ ഈ ലൗകിക സംസ്കൃതത്തിൻ്റെ ചില രീതികളിൽ കൂട്ടിച്ചേർക്കലുകളും മാറ്റങ്ങളൊക്കെ വരുത്തി, പ്രത്യേകിച്ച് വ്യാകരണ ഗ്രന്ഥങ്ങളിൽ പാണിനി മഹർഷിയെ പോലുള്ള മഹാമനീഷികൾ വൈദിക സംസ്കൃതത്തെയും ഘടിപ്പിച്ചിട്ടുണ്ട്. കേവലം ഒരു കാലം ലേട്ട് മാത്രമല്ല ഉദ്ദേശിച്ചത്. അത് മാത്രമല്ല, അല്ലാതെ ചില വ്യാകരണ നിയമങ്ങൾ വൈദിക സംസ്കൃതത്തെ സംബന്ധിച്ച് പാണിനി മഹർഷി എഴുതിയിട്ടുണ്ട്. എങ്കിലും അതുകൊണ്ട് മാത്രമൊന്നും വൈദിക സംസ്കൃതത്തിലേക്ക് നമുക്ക് പ്രവേശം കിട്ടില്ല. അതിന് ഗുരുനാഥന്മാരുടെ അടുത്ത് നിന്ന് തന്നെ പഠിക്കണം. ഒന്ന്. രണ്ട്, ശാഖാം പ്രതി വിദ്യന്തെ ഇതി പ്രാതിശാഖ്യാഹ. ഓരോ ശാഖയ്ക്കും അനുസരിച്ചുള്ളത് എന്ന നിലയ്ക്ക് പ്രാതിശാഖ്യ ഗ്രന്ഥങ്ങളുണ്ട്. പ്രാതിശാഖ്യത്തിൽ അതത് വേദത്തിൽ പ്രതിപാദിക്കപ്പെട്ട ശിക്ഷ, വ്യാകരണം, ഛന്ദസ്, ഈ 3 വിഷയങ്ങൾ പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രാതിശാഖ്യ ഗ്രന്ഥങ്ങളിലൂടെ അതത് വേദത്തിൻ്റെ ഭാഷ മനസ്സിലാക്കിയെടുക്കാം. പക്ഷെ അതിനും ഗുരുവിൻ്റെ സഹായം വേണം, അല്ലാതെ പറ്റില്ല. ഈ വേദങ്ങളെല്ലാം സംസ്കൃത ഭാഷയിൽ എഴുതിയവർ ആരെല്ലാം? ഒക്കെ ഋഷിമാരെ എത്രയാ, ആയിരക്കണക്കിന് ഋഷിമാരല്ലേ. എത്ര സമ്പന്നരാ നമ്മൾ. എത്രയോ ഋഷിമാർ, അവര് ദർശിച്ചു, അവരുപദേശിച്ചു. എഴുതിയത് പാരാന്നൊന്നും നമുക്ക് പറയാൻ വയ്യ. അവര് ദർശിച്ചു, അവരുപദേശിച്ചു. അങ്ങനെ വാമൊഴിയായി വന്ന് പിൽക്കാലത്ത് ആരൊക്കെയോ ഭൂർജപത്രങ്ങളിലും താളിയോലകളിലും ഒക്കെ എഴുതിയെടുത്തു. പിന്നെയും കാലം മുന്നോട്ട് വന്നപ്പോൾ അച്ചടി വിദ്യയൊക്കെ വന്നപ്പോൾ അച്ചടിച്ചങ്ങനെ വരികയാണ്. ഒരുപാട് ഋഷിമാർ, 1, 2, 10 പേരല്ല. ഈ 4 വേദങ്ങളും ഏത് ബുക്ക് സ്റ്റാളിൽ കിട്ടും അറിയില്ല, അന്വേഷിച്ചു ഒക്കെ തന്നെ വേണം. ഇനി ഇന്നത്തെ അച്ചടിച്ച പുസ്തകങ്ങൾ 4 നിശ്ചയമായും ചൗഖാമ്പയിൽ കിട്ടും. ചൗഖാമ്പ പ്രകാശനിൽ എല്ലാ വേദങ്ങളും കിട്ടും, എല്ലാം ഉണ്ട്. പക്ഷെ എല്ലാ ശാഖയൊന്നും കിട്ടില്ല. ഋക്കിൻ്റെ ചില ശാഖ കിട്ടും, യജുസിൻ്റെ ചിലത് കിട്ടും, സാമത്തിൻ്റെ കിട്ടും, അഥർവത്തിൻ്റെ കിട്ടും. അതുപോലെ ലാൽ ബഹാദൂർ ശാസ്ത്രി ഇൻസ്റ്റിറ്റ്യൂട്ടിലോ ചിലതൊക്കെ കിട്ടും. എല്ലാം കിട്ടും എന്ന് പറയാൻ ധൈര്യമില്ല. കുറേ അവിടുന്ന് ഇവിടുന്നൊക്കെ കുറേ ഭാഗങ്ങൾ കിട്ടും. വേദം എന്ന് പറഞ്ഞാൽ ഇത്ര ചെറുതൊന്നും അല്ല. ഒരൊറ്റ ശാഖ തന്നെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന വൈപുല്യമാണ്. ഇപ്പോൾ ഉദാഹരണം പറയാം. നമ്മളെ കൈവശം മുഴുവനുള്ളൊരു ശാഖയാണ് തൈത്തിരീയം. ഇപ്പോൾ തൈത്തിരീയ സംഹിത, തൈത്തിരീയ ബ്രാഹ്മണം, തൈത്തിരീയ ആരണ്യകം, തൈത്തിരീയ ഉപനിഷത്ത് ഇവിടെ താഴെ വെച്ചിട്ടുണ്ട് പ്രദർശനത്തിന്. അത് തൈത്തിരീയം മാത്രം വെച്ചാൽ അത്രയെങ്കിലും വരും ഒരു പുസ്തകം. താഴെ വെച്ചിട്ടുണ്ട്. അത്ര വലുത് അവിടെ ഇല്ലല്ലോ പറഞ്ഞാൽ 10-18 ഒന്നിച്ച് ചേർത്ത് വെച്ചോളണം. അപ്പൊ 1150 ശാഖ എത്ര ഉണ്ടാവും? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊന്നും പഠിച്ചില്ലെങ്കിലും ഒന്ന് അഭിമാനിക്കെങ്കിലും ചെയ്തൂടെ? ഇത്ര വലിയൊരു ശബ്ദരാശി നമ്മുടെ പൈതൃക സമ്പത്തായിട്ട് ഉണ്ടെന്നുള്ളത്. യോഗ, നൃത്തം, സംഗീതം ഇവ തമ്മിലുള്ള ബന്ധം വിശദീകരിക്കാമോ? ഇതൊക്കെ ഒന്നിൻ്റെ ആവിഷ്കാരമാണ്. ഇതൊക്കെ ഒരേ നടരാജൻ ആവിഷ്കരിച്ച് പഠിപ്പിച്ചു വന്നിട്ടുണ്ട്. ഒരൊറ്റ നടരാജ നൃത്തത്തിൽ യോഗമുണ്ട്, നൃത്തമുണ്ട്, സംഗീതമുണ്ട്, വ്യാകരണമുണ്ട്, സകല ശാസ്ത്രങ്ങളും കലകളും ഉണ്ട്. ഇതിൻ്റെയൊക്കെ മൂലം ഒന്ന് തന്നെയാണ്. ഇനിയെല്ലാം എത്രമാത്രം സമഗ്രമാണെന്നുള്ളത് അതത് മേഖലയിലേക്ക് പോകുമ്പോഴേ നമുക്ക് മനസ്സിലാവൂ. പരിസര മലിനീകരണം കുറയ്ക്കുവാൻ ഹോമങ്ങൾ സഹായകമാവില്ലേ? തീർച്ചയായിട്ടും. അന്തരീക്ഷം ശുദ്ധീകരിക്കപ്പെടുകയില്ലേ? തീർച്ചയായിട്ടും. അഗ്നിഹോത്രം
ഗണപതി ഹോമം പ്രകൃതിക്ക് ഗുണകരമായതല്ലേ? തീർച്ചയായിട്ടും. ഒറ്റ വാക്കിൽ ഉത്തരം കഴിഞ്ഞു. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി അതൊക്കെ ചെയ്യുക എന്ന് മാത്രം പറയാം. പക്ഷെ ദ്രവ്യശുദ്ധി വേണം. വാങ്ങണ ഓരോ സാധനങ്ങൾ വെച്ചിട്ട് ഹോമം ചെയ്തിട്ട് അപകടം ഉണ്ടാക്കിയിട്ട് ചിദാനന്ദപുരസ്വാമിയെ കുറ്റം പറയരുത്. ഒരു ചന്ദനത്തിരി എന്ന് പറയുന്ന ഒരു സാധനത്തിലെ പരസ്യം നമ്മൾ വായിച്ചിരുന്നു, ജസ്റ്റ് ബേൺ ഇറ്റ് ആൻഡ് റീച്ച് ഹെവൻ എന്ന്. സംഗതി ശരിയാ, ജസ്റ്റ് ബേൺ ഇറ്റ് ആൻഡ് റീച്ച് ഹെവൻ. ഒറ്റ പ്രാവശ്യം പൂജാമുറി കത്തിച്ചിട്ട് വാതിലും ജനവാതിലും അടച്ചങ്ങ് ധ്യാനിച്ചാൽ മതി, പിന്നെ അവൻ നിർവികൽപ്പത്തിലാ. അത്ര കെമിക്കൽ ഇഫക്റ്റാ. ഏറ്റവും ഭീകരനാന്നാ കേട്ടത് ഈ പ്ലാസ്റ്റിക്. അതിനെപ്പോലും ഉരുക്കി കളയുന്ന ജാതി സാധനങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ പല സ്ഥലത്തും പ്രഭാഷണത്തിന് ചെല്ലുമ്പോൾ സ്വാമി ഒന്ന് ശരിയായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് തിരിയൊക്കെ കത്തിച്ച് വെച്ചാൽ നമ്മൾ പറയാം, ഒന്ന് എടുത്ത് മാറ്റിയാലേ നമ്മളവിടെ ഇരിക്കുള്ളൂ കേട്ടോ എന്ന്. അജാതി എന്താന്നാ ഇതിൻ്റെയൊക്കെ ശക്തി. ഇങ്ങനെയുള്ള കെമിക്കൽസ് വാങ്ങി ഹോമിച്ചിട്ട് അന്തരീക്ഷ ശുദ്ധി ഉണ്ടാവും എന്ന് വിചാരിച്ചാൽ അത് അത്യബദ്ധമായി. ശുദ്ധമായ വസ്തുക്കൾ, ദ്രവ്യശുദ്ധി, അത് മുഖ്യമാണ്. ഏതായാലും നമ്മൾ സമയമായി, ഒരുപാട് പ്രശ്നങ്ങൾ ബാക്കിയുണ്ട്. അതുകൊണ്ട് മാറ്റിവെക്കുകയല്ലാതെ വഴിയില്ല. ഈ പ്രദർശിനിയോടനുബന്ധിച്ച് പ്രശ്നങ്ങൾ തന്നവരോട് ഇന്ന് 3 മണി സമയത്ത് വരാൻ പറഞ്ഞിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. 1 or 2 പേര് വന്നിട്ടുണ്ടോ എന്ന് അറിയില്ല. പക്ഷെ ഒരു ചോദ്യോത്തരം നൽകത്തക്ക ആൾക്കാർ വന്നിരുന്നില്ല. അതുകൊണ്ട് ആ സമയത്ത് പരിപാടി നടത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഞങ്ങൾ ചോദിച്ച എല്ലാത്തിനും മറുപടി പറഞ്ഞില്ലല്ലോ എന്ന് ആക്ഷേപിക്കുക വയ്യ. കാരണം 3 മണിക്ക് എത്തിയിരുന്നെങ്കിൽ അത് പറയുമായിരുന്നു, അതിന് വേദി പ്രത്യേകം വിളിക്കുമായിരുന്നു. അതുണ്ടായില്ല. ഏതായാലും ഇനി ദീർഘിപ്പിക്കാൻ വയ്യ. കുറേ പേജസിലുണ്ട് ഈ പ്രദർശനിയിൽ വന്ന പ്രശ്നങ്ങൾ. കുറച്ചൊക്കെ സമയം അനുസരിച്ച് മറുപടി പറഞ്ഞു. 8 മണി. നമുക്ക് ഇപ്പോൾ ഇത് ഉപസംഹരിക്കാം.